അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയിൻ്റെ സന്നിധാനത്താണ് നമ്മളിരിക്കുന്നത്. ആ ഒരു ബോധം എല്ലാവർക്കും ഇപ്പോഴും നിറയേണ്ടതാണ്. ഒന്ന്, ഈ ഭൂമിയിൽ ഏറ്റവും കരുത്താറുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഇരുന്നതല്ല, ദൈവം നമ്മളെ കൊണ്ടുവന്നതാണ്. നമ്മുടെ കണ്ണീരിൻ്റെ ഈ ഒരു കാലത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്നതാണ്. അപ്പോൾ 50% ഈ വിഷയത്തിൻ്റെ വിജയത്തിൽ നമ്മളെത്തി. 50% എത്തി. ഇപ്പം നിനക്ക് കടമുണ്ടാകാം, അല്ലെങ്കിൽ നിനക്ക് മക്കളില്ലാണ്ടിരിക്കാം, അല്ലെങ്കിൽ നിനക്ക് ജോലിയില്ലായിരിക്കാം. പക്ഷേ അതൊക്കെ ഇനി ഒരു നിസ്സാര കാര്യം മാത്രമാണ്. എന്താ കാര്യം? നീ എത്തി. അത് നിനക്ക് തരണ സ്ഥലത്തേക്ക് ദൈവം പല പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും നിന്നെ കൊണ്ടുവന്നു. അപ്പോഴാദ്യം എൻ്റെ മക്കൾ നന്ദി പറയേണ്ടത് ഈ വിഷമകാലങ്ങളിൽ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇനി അനുഗ്രഹിക്കുക എന്നുള്ളത് നമ്മുടെ വിഷയമല്ല, ആണോ? അത് ദൈവത്തിൻ്റെ വിഷയമാണ്. ദൈവം അനുഗ്രഹിക്കുക എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മളെ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ ആത്മവിശ്വാസം വേണം നമുക്ക്. അല്ല, നിങ്ങളൊരു പ്രാർത്ഥന കൂടാൻ ഒക്കട്ടെ കൊള്ളണ്ട അങ്ങനെ വന്നവരല്ല. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത് മാറ്റണം. കാര്യം പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരിടത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവതിരുസന്നിധിയിൽ ചില യോഗ്യതകൾ ദൈവം തന്നെ കരുതുന്നുണ്ട്. അതാണ് പ്രാർത്ഥിക്കാൻ നമുക്ക് ആത്മവിശ്വാസം തരേണ്ടത്. അല്ലാതെ ഇതൊന്ന് എപ്പോഴെങ്കിലും തീർന്നെങ്കിൽ വീട്ടിൽ പോകാം, ഇത്രയും ചൂടാണ്, ഇത്രയും പുഴുക്കാണെന്നൊന്നും ഓർത്തില്ല. ഇത്രയും ചൂടും പുഴുക്കുമൊക്കെ ഒരു പക്ഷേ ദൈവമക്കൾക്ക് നല്ലതാണ്. ഇപ്പം ഞാനും തന്നെയാണെങ്കിൽ ശരിക്കും വേർത്ത് നിൽക്കുക. എനിക്ക് തോന്നണില്ല ഈ ചൂട് ഇവിടുന്ന് മാറ്റാൻ പറ്റുമെന്ന്. കാരണം ഇതിനേക്കാൾ ഗംഭീര ചൂടായിരുന്നു. കുറേ ശാസ്ത്രീയമായ കുറേ പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചൂട് ഇറക്കം മുകളിലോട്ട് പോകാൻ വേണ്ടി. എന്നിട്ടും ആൾക്കാരുടെ എണ്ണം കൂടി. അപ്പോഴും പഴയ ചൂട് തന്നെ. അപ്പോൾ നമ്മൾക്ക് എന്താ പറ്റണത്? ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത തിന്മകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. ഒഴിവാക്കാൻ പറ്റാത്ത ചില തിന്മകളുണ്ടാകും. തിന്മകളോ ക്ലേശങ്ങളോ ജീവിതത്തിലെ കൃപാസനത്തിലെ ചൂട് മാത്രമല്ല, വീട്ടിലെ ചൂടും ഓഫീസിലെ ചൂടും പലതരത്തിലുള്ള ചൂടും പല വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്ന ചൂടും ഇല്ലേ? ഭർത്താവിൻ്റെ മദ്യപാനം, അതുപോലെ തന്നെ മക്കൾ, അമ്മയെ മനസ്സിലാക്കാത്ത മക്കൾ. അപ്പോൾ പലതരത്തിലുള്ള ചൂടുകൾ നമ്മൾ പലയിടത്തുനിന്ന് അനുഭവിക്കുന്നവരാണ്. ചില ചൂടുകൾ നമ്മൾ അതിൽ നിന്ന് ഒഴിയാൻ തോറും ഒഴിയാൻ വേണ്ടി നമ്മൾ വളരെ തന്ത്രപരമായിട്ട് നിൽക്കുന്നതോടും പുതിയ സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ അതിൽ നിന്ന് വരണത് കാണാം. അപ്പോൾ നമ്മളോർക്കും ദൈവമേ ഇനി എന്ത് ചെയ്യും? ഞാൻ മടുത്തെന്നൊക്കെ പറയത്തില്ലേ? ഫെഡപ്പ് എന്ന് പറഞ്ഞ്, ഗസ് ലോസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ? മടുത്ത് എന്ന് പറയത്തില്ലേ? അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒത്തിരി പലതരത്തിലും ഇപ്പോഴുള്ള ക്ലേശങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടി നോക്കിയ, പക്ഷേ നമുക്ക് മാറാൻ പറ്റണില്ല. ഇപ്പം നമ്മളൊരു ട്രാൻസ്ഫർ വാങ്ങിച്ച് വേറൊരു ഓഫീസിൽ ചെന്ന് അവിടെ മുഴുവൻ ആദ്യം ചെയ്ത ഓഫീസിലൊക്കെ ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്തവർ ബോധപൂർവ്വം നമ്മളെ ഒതുക്കാൻ വേണ്ടി ഫയൽ വരെ തിരുത്തണ പാർട്ടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ അവസാനം എനിക്ക് പെൻഷൻ വരെ കിട്ടത്തില്ലെന്ന് വിചാരിച്ചാണ് നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ട്രാൻസ്ഫർ മേടിച്ചുകൊണ്ട് പുതിയ സ്ഥലത്ത് വന്നത്. പുതിയ സ്ഥലത്ത് വന്നപ്പോൾ പുതിയ പ്രശ്നങ്ങളാണ്. ഇപ്പോഴത്തെ ആഹാര രീതി കൊണ്ടാണെങ്കിൽ മിക്കവാറും നമുക്ക് 2 മാസത്തിനൊരു ഷുഗർ വരുമെന്ന് ഉറപ്പാണ്. പുതിയ സ്ഥലത്ത് വന്നപ്പോൾ പുതിയ പ്രശ്നമായി.
ഇപ്പം ചില പ്രശ്നങ്ങൾ നിറം മാറിക്കിട്ടിയാലും മുമ്പത്തേക്കാൾ വിഷമായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ബൈബിള് ഈ വിഷയം ഇങ്ങനെ, ഇപ്പോൾ നിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ നിനക്ക് ഗത്രു കിട്ടാത്ത, ഓടിയോ ഒഴിഞ്ഞോ മാറാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ, ഓടിയും ഒഴിഞ്ഞും മാറാൻ പറ്റാത്ത വിഷയങ്ങൾക്ക് ബൈബിൾ വിളിക്കണ പേരെന്താ? ഓടിയും ഒഴിഞ്ഞും മാറാത്ത വിഷയങ്ങൾക്ക് ബൈബിൾ വിളിക്കണ പേരെന്താ? കുരിശെന്ന. അതിനാണ് കുരിശെന്ന് പറയണത്. അത് ഈശോയ്ക്ക് പറയാമായിരുന്നു, ഓപ്ഷൻ ഇല്ലാത്ത തരത്തിലുള്ള സഫറിങ്. നമുക്കൊരു ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത ഒരു സഫറിങ് വരും. അത് സഫറിങ് അല്ല ശരിക്കും പറഞ്ഞാൽ. അത് ആധ്യാത്മിക ഭാഷ പറഞ്ഞാൽ നമ്മളുടെ ഈ വിശ്വാസം, നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചില്ലേ, അച്ഛനത് മനസ്സിൽ ഈശോ തന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പോയതാണ്. എന്താണ്? അമ്മേ, പരിശുദ്ധ അമ്മേ, വിശ്വാസം എന്ന പുണ്യമുണ്ടായി തിരുക്കുമാരനോട് ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കണമേ. ഞാൻ തന്നെ ഓർത്ത് കൊന്തപ്രാർത്ഥനയാണല്ലോ ഇതെങ്ങനെ ഇപ്പോൾ വന്നതെന്ന്. എൻ്റെ വൈകുന്നേരം പെട്ടെന്ന് വന്നതാണ്. ഇത് ജപമാലയിലെ പ്രാർത്ഥനയല്ലേ, അതെങ്ങനെ ഇപ്പോൾ വന്നതെന്ന് ഞാൻ തന്നെ ഒന്ന് വിസ്മയിച്ചതാണ്. പിന്നെ ഞാൻ ആ പ്രാർത്ഥനയുടെ കൂടെ പോയെന്നേ ഉള്ളൂ. എന്താ പറഞ്ഞത്? പിന്നെയും പറഞ്ഞു, എന്ത് പറഞ്ഞ്? അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കാൻ ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കണമേ. അത് ശരിക്കും ഞാൻ ചിന്തിച്ച് പറഞ്ഞതല്ല ആ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇവിടെ വന്നപ്പോൾ ആദ്യം നാവിൽ ഈശോ തന്ന പ്രാർത്ഥനയാണ്. അതിനുശേഷം നമ്മൾ പിന്നീടും പ്രാർത്ഥിച്ചു, അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കാൻ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. കാര്യം അമ്മയും തിരുക്കുമാരനും വളരെ ജീവനോടെ ലൈവായിരിക്കുന്ന സമയമാണ് ആരാധന സമയം. ഇപ്പോൾ വിശ്വാസിക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധാത്മ പ്രാർത്ഥിച്ചത്? അത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ദൈവിക പുണ്യങ്ങൾ ആണ് പ്രാർത്ഥനയ്ക്ക് ആദ്യമായിട്ട് വരുന്ന ആധാരമെന്ന് പറയണത്. ആദ്യം നമ്മൾ അടിത്തറ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴെന്താ പറയണത്? ചില ഒഴിവാക്കാൻ പറ്റാത്ത കുരിശുകളുണ്ടെന്ന് പറയും, ഒഴിവാക്കാൻ പറ്റാത്ത ക്ലേശങ്ങൾ. ഇപ്പം നമ്മൾ ഉടമ്പടിയിലൊക്കെ നമ്മൾ എഴുതിയിട്ടില്ലേ, ഒഴിവാക്കാൻ പറ്റാത്ത ക്ലേശങ്ങൾ കുറേ മാറ്റിത്തരും ഈശോ. നിനക്ക് നിത്യജീവിതത്തിന് വേണ്ടി നിന്നെ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില ക്ലേശങ്ങൾ മാറ്റാൻ പറ്റത്തില്ല. അതിപ്പോൾ കൗൺസിൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. നിത്യജീവിതത്തിന് കൃപാവര നിത്യജീവൻ തന്നെ, കൃപാവര നിത്യജീവിതമുണ്ട്. കാര്യം നിത്യജീവിതം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആർജിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമായിട്ട് ദൈവ അനുഭവങ്ങളും അനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷങ്ങളുമൊക്കെ ഭയങ്കര ഗ്രേഡ് വരുന്നുണ്ട്. ബൈബിള് ഇപ്പം നമ്മൾ 1 കൊരിന്ത്യൻസിൻ്റെ 15:41 ഈ ഗ്രേഡ് പറയുന്നുണ്ട്. അതായത് നിത്യജീവന് നിയോഗിക്കപ്പെട്ടവരെന്നാണ് ബൈബിള് വാക്ക് ഉപയോഗിക്കുന്നത്. നിത്യജീവന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരെല്ലാം ദൈവം സഭയിൽ കൂട്ടിച്ചേർത്തെന്നൊരു വചനമുണ്ട്. നിത്യജീവന് നിയോഗിക്കപ്പെട്ടവർ. അപ്പോൾ നിത്യജീവന് വേണ്ടി നിയോഗിക്കപ്പെടുമ്പോൾ ഏത് ഗ്രേഡിലാണ് വരുന്നതെന്ന് പ്രശ്നമാണ്. കാര്യം വ്യത്യസ്തങ്ങളായ ധനവാന്മാരെ ബൈബിളിൽ കാണാം, വ്യത്യസ്തമായ ധനവാന്മാരെ. ഇപ്പം അന്ത്രയോസ്ലീഹയുടെ തിരുനാളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനിച്ചത്. അന്ത്രയോസ് അദ്ദേഹം വലിയ ധനവാനായിരുന്നു. കാര്യം കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കുരിശിക്കപ്പെട്ടിരിക്കുന്നത് 2 പേര് മാത്രമാണ്, അന്ത്രയോസും പിന്നെ പത്രോസും. അവർ മാത്രമേ ക്രൂശിക്കപ്പെട്ടുള്ളൂ. പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടു, അന്ത്രയോസ് ഇൻഡു ചിഹ്നമുള്ള കുരിശിൻ്റെയാണ് തറക്കപ്പെട്ടിരിക്കുന്നത്. ധനവാന്മാരെന്ന് പറയണത് ആരാണ് കൂടുതൽ ക്ലേശങ്ങളോ സഹനങ്ങളോ യേശുക്രിസ്തുവിന് വേണ്ടി ഈ ഭൂമിയിൽ അനുഭവിക്കാൻ ദൈവം അവസരം കൊടുത്തിട്ട് അതിനോട് അർത്ഥവത്തായി വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ദൈവിക പുണ്യങ്ങൾ വഴി അതിനോട് സബ്മിസീവായിട്ടുണ്ടെങ്കിൽ അവരാണ് ധനവാന്മാരെന്ന് പറയണത്. ബൈബിളിലെ ധനവാന്മാർ. ധനമുണ്ടാക്കുന്ന രീതികളൊക്കെ വളരെ രസമാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അവശേഷിക്കുന്ന വിശ്വാസം കൗണ്ട് ചെയ്തിട്ടാണ് ധനവാനെ എണ്ണി നോക്കുന്നത് ബൈബിള്. അതായത് ഒരു പരീക്ഷണം കഴിയുമ്പോൾ, ഒരു തീപിടുത്തം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു പുഴ നീന്തി കഴിഞ്ഞതിന് ശേഷം അവശേഷിക്കുന്ന വിശ്വാസമുണ്ട്. ഇപ്പോൾ ഭർത്താവിൻ്റെ രോഗം, അല്ലെങ്കിൽ മക്കളുടെ IELTS പഠനം, അല്ലെങ്കിൽ വീട് പണി, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം രോഗം, 6 മാസം അല്ലെങ്കിൽ 9 മാസം, ഒന്നുകിൽ വാദം, അല്ലെങ്കിൽ നടുവ് വെട്ടൽ, അല്ലെങ്കിൽ നടുവ് തകർച്ച, ഇങ്ങനെ ഇതെല്ലാം കഴിയുമ്പോൾ, അതിൻ്റെ ഇടക്കല്ല, അത് കഴിയുമ്പോൾ ഇതൊന്നും കഴിയാതിരിക്കത്തില്ല, എല്ലാം കഴിയും. നടുവേട്ടലായാലും വേദനയായാലും വാദമായാലും വലിവായാലും കരൾ രോഗമായാലും എല്ലാം കഴിയും. എല്ലാം കഴിയുമ്പോൾ എന്തവശേഷിക്കുന്നുവെന്നുള്ളതാണ് നിൻ്റെ വിലയെന്ന് പറയണത്. ദൈവതിരുസന്നിധി വിലയില്ലേ? ദൈവതിരുസന്നിധിയിൽ നിൻ്റെ വിലയെന്ന് പറയണത് ഒരു പരീക്ഷണം കഴിയുമ്പോൾ എന്ത് അവശേഷിക്കുന്നു. ഒരു വിധവയുടെ കഥ ഈശോ പറയുന്നുണ്ടല്ലോ. ഒരു വിധവ എപ്പോഴും ഒരു യജമാൻ്റെ അടുത്ത് ചെന്ന്, യജമാനെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കും. അവരുടെ വീടാരുടെ കൈകേറിയതാണ്, പൊറപ്പിക്കണില്ല അവർ വിധവയായിട്ട് ഒറ്റപ്പെണ്ണായിട്ട് ജീവിച്ചിട്ടേ നാട്ടുകാർ കൈകേറുകയാണ്. വീട് സ്ഥലം കിടത്തി ഉറക്കത്തില്ല. അപ്പം തലവേദനയായിട്ട് വന്ന് യജമാൻ്റെ അടുത്ത് ശരണം പ്രാപിക്കുകയാണ്. എന്നെ പൊറപ്പിക്കണില്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവർ നിലവിളിക്കുക. അപ്പം യജമാനാണെങ്കിൽ ഒരു മുരുടനാണ്. അയാളുടെ ക്യാരക്ടർ ഈശോ പറയണത് അയാൾ ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്നാണ് പറയണത്. ഒരു മനുഷ്യൻ ദൈവത്തെ ഭയപ്പെട്ടില്ല തീർന്നില്ലേ? അപ്പോൾ മനുഷ്യനല്ല മൃഗമാണെന്നർത്ഥം. മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടാതിരിക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസികളിലും ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള തരംതിരിവുകൾ സ്വാഭാവികമായിട്ടുണ്ടാകാം. വിശ്വാസം ഉണ്ടാകാം, പക്ഷേ ദൈവത്തെ ഭയപ്പെടുന്നത് വേറെ ഒരു വിഷയമാണ്. അപ്പോൾ അയാൾ ദൈവത്തെ ഭയപ്പെടുന്നില്ല, പിന്നെന്ത് മനുഷ്യനെയും മാനിക്കണമില്ല. അപ്പോൾ പിന്നെ തീർന്ന് അയാൾ കറക്റ്റൊരു ബീസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് കറക്റ്റൊരു മൃഗമാണ്. അയാൾ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെയും മാനിക്കുന്നില്ല. ഞാനിന്നലെ നമ്മുടെ കൃപാസനത്തിൽ ഇപ്പോൾ ടോക്കെല്ലാം ഈ ശുശ്രൂഷയെല്ലാം ലൈവിൽ പോവുകയല്ലേ. ഇപ്പം ലൈവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓരോ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ഇരുന്നുകൊണ്ട് ആൾക്കാർ ആ അച്ഛൻ്റെ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അടിച്ചിടും മൊബൈലിൽ ആ വചനം കേൾക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരു ചെടുത്തി അടിച്ചിരിക്കുകയാണ്, കർത്താവേ എൻ്റെ അയൽവാസിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന്. അത് ചെടുത്തിയല്ല, അവർക്ക് അധികം വയസ്സൊന്നും കാണത്തില്ല മിക്കവാറും. അവിടെ പേര് കേട്ടിട്ട് ഒരു 30 വയസ്സിൻ്റെ പേരാണ്. നമുക്ക് ഓരോ പേര് കേൾക്കുമ്പോൾ അറിയാമല്ലോ എത്ര വയസ്സുണ്ടെന്ന്. പേര് വെച്ച് വയസ്സ് പിടിക്കാൻ പറ്റുമല്ല. അപ്പം അയൽവാസി അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവിക്കാൻ അനുവദിക്കണില്ല. അപ്പം ഇങ്ങനെ ഉണ്ടാകാം. നമുക്ക് ചിലപ്പോൾ നിങ്ങൾ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടാകാം, വഴി നടത്താൻ അനുവദിക്കാത്തവർ ആ വഴിയെ പോകുമ്പോൾ അവിടെ കുപ്പിച്ച് കണ്ടവും കൈത പൊണ്ണിനെ കൊണ്ട് തീടുന്നവർ, ചവറ് വാരിയിടുന്നവർ, വേസ്റ്റ് ഇടുന്നവർ, മലമിടുന്നവർ, അങ്ങനെ പല വെറൈറ്റി അവതാരങ്ങൾ നമ്മൾക്ക് ഒരേ സമയത്ത് അഭിമുഖീകരിക്കേണ്ടി വരും ഇല്ലേ? ഇതൊക്കെ മക്കൾ അഭിമുഖീകരിക്കണമെന്ന് അച്ഛൻ്റെ അഭിപ്രായം. നിങ്ങളിവിടെ നിൽക്കുമ്പോൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഇവർ ഭരിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ കോപ്പറേറ്റീവ് തരങ്ങളൊക്കെ അവസാനിക്കുന്നതിനേക്കാൾ ഉപരി കർത്താവെ പരമാവധി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സഹിക്കാത്ത സമയമാകുമ്പോൾ ഞാൻ കൈവെക്കും, അപ്പോൾ നീ എന്നെ സഹായിക്കണം. അതുവരെ പരമാവധി ഇവരെ കൊണ്ട് എന്തുമാത്രം വരുമാനം ഉണ്ടാക്കാം അത്രയും നീ വരുമാനം ഉണ്ടാക്കണം. നിന്നെ സമ്മർദ്ദപ്പെടുത്തുന്ന അധികാരികളില്ലേ, നിന്നെ സങ്കടപ്പെടുത്തുന്ന അയൽവാസികളില്ലേ, അവരെ കൊണ്ട് പരമാവധി എന്തുമാത്രം നിനക്ക് പോകാൻ പറ്റും അത്രയും നീ പോകാൻ വേണ്ടി അമ്മയോട് സ്വപ്പിട്ട് നിൽക്കണം. കാര്യം അമ്മ ഈ അംഗങ്ങളെല്ലാം കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഒരു പരിധി വരെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കർത്താവ് ഇനി എനിക്ക് സഹിക്കാൻ പറ്റുന്നത്, ഇനിയും ഇതുപോലെ ദുഷ്ടന്മാരായ അയൽവാസികൾ പെരുകി എൻ്റെ സമാധാനം കെടുത്തുകയാണെങ്കിൽ എനിക്ക് അറ്റാക്ക് അടിച്ച് മരിച്ചു പോകും, ഇനി എനിക്ക് നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ലാസ്റ്റ് കൈവെക്കുമ്പോൾ
പതുക്കെ ദൈവം ഏത് സമയത്ത്, ദൈവത്തിന് നിങ്ങൾക്കറിയാമല്ലോ, എന്ത് വിഷയമായാലും ഏത് സമയത്ത് വേണമെങ്കിലും ദൈവത്തിന് അത് മാറ്റിത്തരാൻ പറ്റും. എന്ത് വിഷയം, ഇപ്പം നിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയുടെ സംശയം, എന്ത് വിഷയം വേണമെങ്കിലും ദൈവത്തിന് ഏത് സമയത്തും മാറ്റിത്തരാൻ പറ്റും. അതിന് ഇന്ന സമയമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്തിനുള്ളിൽ എന്തുമാത്രം ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായില്ലേ? എന്തോരം സമ്പാദിക്കാൻ പറ്റും. ബൈബിളിലെ ഏറ്റവും വലിയ വിഷയമാണ് സമ്പാദ്യം. സമ്പാദ്യം അവസാനം സമ്പാദ്യം, നിൻ്റെ സമ്പാദ്യം കൊണ്ടുവരാൻ പറയത്തില്ലേ? താലന്ത് കൊടുത്തവർ 2 താലന്ത് 5 താലന്ത് ഒക്കെ കൊടുത്തിട്ടുള്ള ആൾക്കാരോട് നീ എന്ത് നേടിയെന്നറിയാൻ വേണ്ടി യജമാനൻ, ഇപ്പം ഇന്ന് അച്ഛൻ്റെ ഉടുപ്പ് എന്ത് കളറാണിത്? വയലറ്റ്. എന്താ കാര്യം? ആഗമനകാലമാണ്, ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. ആഗമകാലം 1-ാം ഞായറാഴ്ച. എന്താണ് ഇതിൻ്റെ അന്തസത്ത? നാഥൻ്റെ വരവിന് വേണ്ടി സഭ ജാഗ്രതയോടെ നോക്കിപ്പാർത്ത് വലിയ ചെറിയ നോൻപ് ആരംഭിച്ചിരിക്കണ ആഗമനകാലമാണ് അല്ലേ? അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ അവൻ്റെ വരവിനെ നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ളത് ബൈബിള് വളരെ ശക്തമായ രീതിയിൽ സംസാരിക്കുന്ന വിഷയമാണ്. കാര്യം അതുകൊണ്ട് സദാ ജാഗരൂകരായിരിക്കണം, പ്രാർത്ഥനാനിരതരായിരിക്കണമെന്ന് പറയും. സദാ പ്രാർത്ഥനാനിരതരായിരിക്കണം, ജാഗരൂകരായിരിക്കണം. പക്ഷേ പ്രാർത്ഥനാനിരതരും ജാഗരൂകരായിരിക്കുമ്പോഴും അത് അവൻ്റെ വരവിന് വേണ്ടിയുള്ള ആത്മീയ ഒരുക്കമാണ്. പക്ഷേ അവൻ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ആഗമനകാലത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് പറയും? അവൻ കണക്ക് ചോദിക്കും. അതാണ് സംഭവം. വരണവരെ അവനെ സ്വീകരിക്കുന്നൊരു മൂഡിൽ നമ്മളെ വിശുദ്ധീകരണത്തെ നമ്മൾ കാണുമ്പോൾ അവൻ വന്നതിന് ശേഷം താൻ സമ്പത്തേൽപ്പിച്ചവരെ എന്ത് നേടിയെന്നറിയാൻ വേണ്ടി അവരെ തിരിച്ചു വിളിക്കും. അപ്പോൾ ഒന്നാമൻ വന്ന് പറഞ്ഞു, യജമാനെ നീ എനിക്ക് 5 താലന്താണ് തന്നത്, ഞാനത് 5 കൂടി നേടിയിരിക്കും. ഉടനെ യജമാനൻ പറയും, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്ന കൊണ്ട് 10 നഗരങ്ങളിലുമേ അധികാരിയായിരിക്കും. ഇപ്പം ബാലൻസ് എന്തുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ബാലൻസ് പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞിപ്പോൾ അയൽവാസി നിൻ്റെ വീടിൻ്റെ നീ പോണ വഴിയിൽ കൊണ്ടുവന്ന് കൈതപ്പണനിട്ട് കുപ്പിച്ചിലിട്ട് വഴി നടത്തില്ല. നിങ്ങൾക്കിവിടെ വഴിയില്ല, നിങ്ങൾക്ക് പ്രമാണത്തെ നിങ്ങളുടെ വഴിയില്ല, അതുകൊണ്ട് ഇവിടെ നടക്കാൻ പറ്റത്തില്ല, ഇതിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ വേറെ ആൾക്കാരെ വെച്ച് നമ്മളെ വിരട്ടുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്താലും നിങ്ങൾ കൂൾ ഡൗൺ ആയിരിക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പെറ്റീഷൻ നമ്മൾ ഓൾറെഡി ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള വിഷയമാണ്. നിങ്ങൾ അവരോട് കയർക്കാനോ അല്ലെങ്കിൽ അവരോട് ശണ്ട കൂടാനോ ഒന്നും പോകരുത്. ശണ്ട കൂടിക്കഴിഞ്ഞാൽ കുഴപ്പം അറിയാമല്ലോ. അവരോട് ശണ്ട കൂടിക്കഴിഞ്ഞാൽ കർത്താവ് പറയും, ശണ്ടയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശണ്ടക്കാർ അതനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. എന്താ ശണ്ടയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? നിൻ്റെ അയൽവാസി നിന്നോട് ശണ്ട കൂടി നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് കാര്യം? മേലയ്ക്ക് കൂടി വിട്ടുകൊടുത്തേക്കാൻ പറയും. പിന്നെ ആ വഴിയെ പോകാൻ പോലും പറ്റത്തില്ല. ശണ്ട വെക്കരുത്. ഇപ്പം നിന്നെ വിഷമിപ്പിക്കുന്ന പ്രതിയോഗിയോട് ശണ്ടക്ക് പോകരുത്. ശണ്ടക്ക് പോയാൽ ഭൗതികമായിട്ട് നമുക്ക് ലാഭം വരത്തില്ല, നഷ്ടമേ വരത്തുള്ളൂ. കാര്യം നിന്നോട് ശണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈശോൻ്റെ അടുത്ത് വരുമ്പോൾ ഈശോ പറയും അത് മേലയ്ക്ക് കൂടി കൊടുത്തേക്കാൻ പറയും. അപ്പോൾ പിന്നെ കർത്താവ് ഉടുപ്പ് കരസ്ഥമാക്കുന്ന ഞാൻ ഇടിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ നീ ഇപ്പോൾ എന്താ നിൻ്റെ അടുത്ത് വന്നപ്പോൾ നീ എന്താ പറഞ്ഞാൽ മേലയ്ക്ക് കൊടുക്കാനാ? എന്തൊരു നീതിയാണിത് എന്ന് പറയാം. ഈ മേലങ്കിയും കൊണ്ട് നീ എന്ത് മേലങ്കിയാണ് ഇത് കൊണ്ട് എത്ര കാലം ഉണ്ടാവും? നീ തിരിച്ചു നോക്കിയാൽ മേലങ്കി എന്തുമാത്രം അവിടെ ഉറഞ്ഞു കിടപ്പുണ്ടെന്ന്. നീ എത്ര മേലങ്കി ഉണ്ടാക്കിയാലും ഓവർകോട്ട് ഉണ്ടാക്കിയാലും അഭിമാനം ഉണ്ടാക്കിയാലും ആഢ്യത ഉണ്ടാക്കിയാലും കൃഷിമുദ്ര ചെല്ലുമ്പോൾ ഈ മേലങ്കി എല്ലാം പോകും. അപ്പം അതുകൊണ്ട് അത് വിട്ടുകൊടുത്തേക്കാൻ പറയും. ആഢ്യത ഉണ്ടാക്കി അഭിമാനം ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളില്ലേ, നിന്നെ നീയാക്കി ആളാക്കി ആളായ്മയാക്കി സ്ഥലത്തെ പ്രധാന ദിവ്യനാക്കി മാറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും വിട്ടുകൊടുത്തേക്കാൻ പറയും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഈശോ ഒരു വിഷയം ഡിസ്കസ് ചെയ്യുമ്പോഴും തീർപ്പ് കൽപ്പിക്കുമ്പോഴും 70 കൊല്ലം വെച്ച് തീർപ്പ് കൽപ്പിക്കത്തില്ല. അതാണ് പ്രശ്നം. 70 അല്ല പ്രശ്നം. എന്താണ്? 700 കോടി കോടാനുകോടി ജന്മാന്തരങ്ങളുമായിട്ട് നിത്യകോടി കൊല്ലവുമായിട്ടാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ദൈവത്തോട് ഒരിക്കലും ഒരു പരാതി പറയരുത്. പരാതി പറഞ്ഞാൽ പരാതി ദൈവത്തെ അളക്കണത് പോലെ ഇരിക്കും.
നമ്മൾ എന്തെങ്കിലും ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചില്ലേ, ഞാൻ ഇത്രയും ഉപവസിച്ചില്ലേ, എന്നിട്ട് എനിക്കൊരു സമാധാനമില്ലല്ല, എൻ്റെ മകനൊരു ജോലിയില്ലല്ല, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറി, ഒരു സാധനവും സംസാരിക്കാൻ പറ്റത്തില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ നീ നിത്യത നിനക്കറിയത്തില്ലല്ലോ ദൈവം എന്താ ഉദ്ദേശിച്ചിരിക്കണമെന്ന്. ദൈവം ഒന്നും ഉദ്ദേശിക്കാത്ത ആളല്ലല്ലോ, ദൈവം എല്ലാം ഉദ്ദേശിക്കുന്ന ആളാണ്. ആദത്തിൻ്റെ കാലം മുതൽ എല്ലാം ഉദ്ദേശിച്ചാണ് കർത്താവിൻ്റെ കാലം വരെ വരണത്. കർത്താവിൻ്റെ കാലം കഴിഞ്ഞപ്പോഴും പരിശുദ്ധാത്മ നൽകിക്കൊണ്ട് കുറേ കാര്യങ്ങൾ ഉദ്ദേശിച്ചായിരുന്നു. പിന്നീട് വീണ്ടും വരവിൻ്റെ കഥ പറഞ്ഞപ്പോഴും ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നും ഉദ്ദേശിക്കാത്ത ആളാണെന്നൊന്നും കരുതണ്ട, എല്ലാം ഉദ്ദേശിച്ച് തന്നെയാണ് നിന്നോട് പെരുമാറിയിരിക്കുന്നത്. കാര്യം എന്തെങ്കിലും കുറവ് ഭൗതികമായ കാര്യങ്ങൾക്ക് നിനക്ക് ദൈവത്തിന് കുറഞ്ഞിട്ടുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ, ദൈവത്തിനെ നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നീ മിണ്ടരുത്. എന്താ കാര്യം എന്നറിയാവോ? അതിന് വിവേകമെന്ന് പറയും. വിവേകമതിയായ കന്യകമാരെന്ന് പറയത്തില്ലേ, സദാ ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ വിവേകമുള്ള ആൾക്കാർ മിണ്ടത്തില്ല. എന്താ കാര്യം? ബൈബിളിലെ വിവേകമെന്ന് പറയണത് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് ദൈവത്തെ വിശ്വാസത്തിലെടുത്ത് ദൈവം എൻ്റെ ദൈവം എന്നോട് ഒരു അനീതിയും ചെയ്യത്തില്ല. ചിലപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഞാൻ ഞെരുങ്ങുന്നു ഉള്ളത് സത്യമാണ്. പക്ഷേ എൻ്റെ ദൈവം സമ്മാനം നൽകുന്നവനാണ്. വരവിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ആഗമനകാലത്തെക്കുറിച്ച് പറയുമ്പോൾ, രണ്ടാം വരവിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് എന്താ പറയണത്? ഇതാ ഞാൻ വരുന്നു, എൻ്റെ സമ്മാനം കൊണ്ട് വരുന്നു എന്ന്. ദൈവവേദന എന്തെങ്കിലും കുറവ് ഭൗതികമായ കാര്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഈ കാലങ്ങളിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് ഇക്കാലം മാത്രമല്ല, ദൈവത്തിൻ്റെ കാലാതീതമായ കാലത്തിലേക്ക് എപ്പോഴായാലും അവൻ നിന്നോട് നീതി കാണിച്ചിരിക്കും. നക്കാപ്പിച്ച കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ നീ ദൈവത്തോട് കയ്യാങ്കളിക്കാണ് തീരുമാനിക്കണമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ യു വിൽ ബി ഡിസ്പെൽഡ്. നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ആട്ടി അകറ്റപ്പെടും. നീ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ദാവീദിനെ പോലെ പ്രാർത്ഥിക്കണം. കൊലപാതകം ചെയ്തിട്ടും അതുപോലെ വ്യഭിചാരം ചെയ്തിട്ടും ദാവീദ് ഒന്നേ പ്രാർത്ഥിച്ചോളൂ, അപ്പാ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി, എൻ്റെ വിവരക്കേടാണ്, എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കൊരു കണ്ണീരോടെ ഒരു കാര്യമേ അപ്പനോട് പറയാനുള്ളത്, അങ്ങേ സന്നിധിയിൽ നിന്ന് എന്തെല്ലാം എന്നോട് ചെയ്താലും, എൻ്റെ കുടുംബത്തെ നീ തീ കൊടുത്താലും ശരി, നശിപ്പിച്ചു കളഞ്ഞാലും, എൻ്റെ രാജസ്ഥാനം എടുത്തു മാറ്റിയാലും, അപ്പാ അങ്ങേ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോഴെന്താ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്? ദൈവവേദന അവസാനം ബാലൻസ് നോക്കും. അവശേഷിക്കുന്നത് ഓരോ പ്രോജക്റ്റ് കഴിയുമ്പോഴും നമുക്കറിയാമല്ലോ, കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്ത് വാങ്ങിക്കാനുള്ളതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ എക്സ്പെൻഡിച്ചർ നോക്കി, നമ്മുടെ ഇൻകം നോക്കി ബാലൻസ് നോക്കും അല്ലേ? നമ്മുടെ എക്സ്പെൻഡിച്ചർ, നമ്മുടെ ചിലവ് നോക്കി അതിൻ്റെ വരവ് നോക്കിയിട്ട് വരവിൽ നിന്ന് ചിലവ് തട്ടിക്കഴിച്ചിട്ട് ബാലൻസ് എടുക്കും. അതാണ് കണക്കെടുപ്പ്. കണക്കെടുക്കുമ്പോൾ എന്താണ് പറയണത്? അവശേഷിക്കണമെന്നാണ് പറയണത്. എന്താ അവശേഷിക്കേണ്ടത്? എല്ലാ പ്രോജക്റ്റും കഴിയുമ്പോൾ അവശേഷിക്കേണ്ടത് എന്താണ് അവശേഷിക്കേണ്ടത്? അതാണ് ലൂക്ക 18:7 പറയണത്. എന്താണ്? രാവും പകലും ആ വിധവ കണ്ണീരോടെ തനിക്ക് നീതി നടത്തി തരണമെന്ന് ദൈവത്തോട്, ആ രാജാവിനോട്, നിർദ്ദയനായ രാജാവിനോട് ചോദിച്ചു. അയാളെന്ത് പറഞ്ഞു? ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നില്ല. അങ്ങനെയാണെങ്കിലും ശരി, ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അതായത് അമ്പിനും വില്ലിനും എടുക്കാത്തൊരു മനുഷ്യനാണ്. മനുഷ്യത്തിൻ്റെ കരുണയുടെ അംശം പോലും ആ ഹൃദയത്തിലില്ല. കരിങ്കല്ല് പോലെ ഇരിക്കുക. എന്നാലും പറയാം, കരിങ്കല്ല് പോലെ ഇരിക്കണവനായാലും ശരി, അയാളുടെ തീരുമാനം എന്താണ്? ഇവരെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. കർത്താവ് ഉടനെ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് പറയും, അങ്ങനെയാണെങ്കിൽ, കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? എൻ്റെ കാര്യത്തിന് കാലവിളംബം വരുത്തുമോ? ഇത്രയും ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അവസാനം ചോദിച്ചിരിക്കുന്നത് എങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കണതെല്ലാം വാങ്ങിച്ച് കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ കൊടുത്ത്, ഇപ്പം കൊടുക്കാൻ പറ്റാത്തതാണല്ലോ കൊടുത്തുകൊണ്ടിരിക്കണത്. ഇപ്പം ഇന്നും സാക്ഷ്യം ഉണ്ടായല്ലോ, 6 കൊല്ലം IELTS എഴുതി പറഞ്ഞില്ലേ? 6 കൊല്ലം IELTS എഴുതി തോറ്റു. ഉടമ്പടി ചെയ്തപ്പോൾ 7.5 കിട്ടിയെന്ന് പറഞ്ഞില്ലേ? ആ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ? അത് 6 കൊല്ലം IELTS എഴുതി തോറ്റിട്ടുണ്ടെങ്കിൽ 7ാമത്തെ കൊല്ലം തോക്കും. കാരണം ജയിക്കണ ആൾക്കാരാണെങ്കിൽ ആദ്യ കാലങ്ങളിൽ തന്നെ ജയിച്ചു പോകും. അത് അവരുടെ ഫോണറ്റിക്സ് ആയാലും അവരുടെ പ്രൊനൗൺസിയേഷൻ ആയാലും അവരുടെ റൈറ്റിംഗ് ആയാലും ഒക്കെ ആവും. അതേസമയം തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം
അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. കാരണം ചില സമയത്ത് സിലബസ് മാറിപ്പോവും. അപ്പോൾ എന്താ പറയണത്, ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ ആ വിഷയം ഏറ്റെടുത്തിട്ട് 7.5 കൊടുത്ത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. രാവും പകൽ നിലവിളിച്ച് അപേക്ഷിച്ചിട്ട് അമ്മ മധ്യസ്ഥം നിന്നു. അമ്മ മധ്യസ്ഥം നിൽക്കുമ്പോൾ എൻ്റെ മക്കളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? എങ്കിലും എന്ന് പറഞ്ഞ എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ അല്പമെങ്കിലും വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ? അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ആദ്യം എന്ന പ്രാർത്ഥനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ദൈവം അവശേഷിക്കണം. ബാലൻസ് കോളത്തിൽ ബാലൻസ് ഉണ്ടാകണം. നീ പരീക്ഷയെ അതിജീവിച്ചാലും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചാലും ദൈവം നോക്കണത് എന്താ? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് അവശേഷിക്കുന്നുവെന്നാണ്. വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടാമത്തെ ചോദ്യമുണ്ട്. അതിൻ്റെ കൂടെ ചോദിക്കാവുന്നത് പ്രത്യാശ അവശേഷിച്ചിട്ടുണ്ടാകുമോ? അതിൻ്റെ കൂടെ ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. എന്താണ്? ദൈവസ്നേഹം, ദൈവിക പുണ്യമാണല്ലോ. ദൈവിക പുണ്യമായ ദൈവസ്നേഹം അവശേഷിച്ചിട്ടുണ്ടാകുമോ? ആ ചോദ്യമാണത്. ഒരു 200 അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കിട്ടിയാലും പിന്നെയും അടുത്ത വിഷയം വരുമ്പോൾ നിങ്ങൾ പതറണം. എന്തുകൊണ്ടാണ്? ഒരു 20 അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയാലും അടുത്ത രോഗം വരുമ്പോൾ നിങ്ങൾ പതറണം. എന്തുകൊണ്ടാണ്? വിശ്വാസം അവശേഷിക്കാത്ത കൊണ്ടാണ്. സാക്ഷ്യം പറഞ്ഞു എന്നുള്ളത് അനദർ തിങ്. അതും വിശ്വാസവും തമ്മിൽ ഒരു ബന്ധമില്ലെന്നാണ് ഈശോ പറയണത്. ദൈവം നോക്കണത് സാക്ഷ്യത്തെക്കാളുപരി ഈ വലിയ പ്രോജക്റ്റ് ചെയ്തിട്ട് എന്ത് അവശേഷിച്ചു എന്നാണ് നോക്കണത്. ഇപ്പോൾ ഒരു ദിവസം ഇവിടെ രതീഷ് എന്ന് പറഞ്ഞൊരു സഹോദരൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു ദിവസം വരുന്നുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വിവാഹം കഴിച്ച് അദ്ദേഹത്തിന് വേറൊരു ജോലിയൊക്കെ കിട്ടി. അദ്ദേഹം സന്തോഷത്തോടെ ഇവിടുന്ന് പോയി. മാതാവിൻ്റെ അടുത്ത് 15 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെപ്പോഴും ഓർക്കും, രതീഷിൻ്റെ വീട് സ്ഥലവും ജപ്തിയായിപ്പോയി. ജപ്തിയായിപ്പോയിച്ചാൽ ഇന്ന് ഉച്ചക്ക് ജപ്തിയാകേണ്ടതാണ്. ജപ്തി കഴിഞ്ഞിട്ട് ലേലമായി. വീട് സ്ഥലമാണ്. ലേലമാകുന്നതിന് അപ്പോൾ പ്രാർത്ഥിക്കണ എത്രയാണ്? 3.5 കൊല്ലം ആ മനുഷ്യൻ പ്രാർത്ഥിക്കണേ ഞാൻ ഓർക്കുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ വിവാഹം, ജോലിയും കുടുംബത്തിൻ്റെ ഇനിയുള്ള കാഴ്ച എല്ലാം ഇതിനെ ആശ്രയിച്ചാണ് നിൽക്കണത്. പക്ഷേ അദ്ദേഹം ഒരു മനസ്സിലൊരു പ്ലാൻ ചെയ്ത് എന്താ, അത് എന്നോടും പറഞ്ഞ്, ഒക്ടോബർ 31 അന്ന് അമ്മ ഇടപെടും. ഒക്ടോബർ 31 അന്ന് കൃപാസനത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയൊരു ബോധ്യമാണത്. ഒക്ടോബർ ജപമാല മാസം അവസാനിക്കണ മാസമാണ്. അന്ന് അമ്മ ഇടപെടും. അതാണ് പുള്ളിക്കാരൻ കൂളായിട്ട് നടക്കുന്നത്. അതെന്താ സംഭവം? എന്നിട്ട് ആ ഒക്ടോബർ 31 തന്നെ അദ്ദേഹത്തിൻ്റെ കടത്തിനേക്കാൾ വിലക്ക് വേറെ ഒരുത്തനെ കൊണ്ട് മാതാവ് ആ ഒക്ടോബർ 31 സ്ഥലവും വീടും വിലക്കെടുപ്പിക്കും. എന്നിട്ട് അവിടെ തലവൂരും. പക്ഷേ എനിക്ക് അതിനേക്കാൾ വിസ്മയമായിട്ട് തോന്നിയത്, ഇങ്ങനെ വീട് സ്ഥലവും ലേലത്തിലിരിക്കുമ്പോഴും രതീഷ് ഇവിടെ കൂടി കൂളായിട്ട് നടക്കും. എന്താ പറയണത്? അവനോട് ചോദിക്കപ്പെടുന്നത് 31 അമ്മ വിഷയത്തിൽ ഇടപെടുമെന്ന്. 31 ജ്ഞാനസ്ഥാനപ്പെടും പോലും പെടാത്ത ഒരു അജ്ഞാനിയാണ് അവൻ ഇത്രയും, അതായത് തറവായിട്ടുള്ള അക്രൈസ്തവ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ജനിച്ച് വളർന്ന ആളാണ്. പക്ഷേ വിശ്വാസത്തിൽ സൂക്ഷിക്കണേ എന്താ? അതായത് ഈ വീട് സ്ഥലം ലേലത്തിൽ പോകുന്ന ആ കാലങ്ങളിലൊക്കെ ഇവൻ്റെ മനസ്സിൽ സൂക്ഷിക്കണത് അമ്മ ഒക്ടോബർ 31 ഇടപെടും. അപ്പോൾ എന്താ? അത് അവശേഷിച്ച വിശ്വാസമാണത്. കഴിഞ്ഞ കാലങ്ങളിലൂടെ ദൈവമായിട്ട് ജീവിച്ചു കഴിഞ്ഞും പ്രാർത്ഥിച്ചു കഴിഞ്ഞും പ്രാർത്ഥനയുടെ ജീവിതത്തിൽ നിന്ന് അവശേഷിക്കുന്ന വിശ്വാസത്തിലാണ് അവനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ആ വ്യക്തി
എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ചോദ്യമാണിത്. 18:7 ലൂക്കായിൽ ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും ഇപ്പം രാവും പകലും കയറി ഇറങ്ങി ആ വിധവ പ്രാർത്ഥിച്ച അവസാനം കാര്യം നടന്നു ഇല്ലേ? കാര്യം നടന്നു കഴിഞ്ഞ് വിധവയുടെ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ രീതി അനുസരിച്ച് കാണാതെ പോയത് പറഞ്ഞത്, നിങ്ങൾ എന്നോട് കൂടെ സന്തോഷിക്കുമ്പോൾ എൻ്റെ കളഞ്ഞുപോയ ദ്രാഗ്മ കളഞ്ഞു കിട്ടിയിരിക്കുന്നു, എൻ്റെ കളഞ്ഞുപോയ ആടിനെ കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ച് സന്തോഷിക്കുകയല്ലേ വേണത് അല്ലേ? പക്ഷേ ഇവിടെ എന്താ പറയണത്? ഇവിടെ കാര്യങ്ങൾ നേടിക്കഴിഞ്ഞതിന് ശേഷം കർത്താവ് ചോദിക്കും, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ? ഇപ്പോൾ പരിശുദ്ധാത്മാവ് അച്ഛനിലൂടെ എന്താ പറയണത്? മക്കളെ, ഒരു വിഷയം എത്രയെത്ര വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിരിക്കുന്നു. അന്നെല്ലാം കർത്താവ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഇല്ലേ? ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെങ്ങനെ ഇവിടെ ജീവിക്കണം? ഇവിടെ വരെ എങ്ങനെ നിലനിന്ന്? അപ്പോൾ കുഞ്ഞിക്കാലം മുതൽ ഇന്ന് വരെയുള്ള നിൻ്റെ പഠന ജീവിതം, നിൻ്റെ വിദ്യാഭ്യാസ ജീവിതം, നിൻ്റെ വിവാഹ ജീവിതം, ഇങ്ങനെയുള്ള ഓരോരോ കാലങ്ങളിൽ കർത്താവ് സഹായിച്ചിട്ട് ആണ് നീ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഇപ്പോഴെന്താ സംഭവിച്ചത്? ഇപ്പോൾ രോഗമുണ്ടായി, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും മനസ്സിന് ഇടയ്ക്ക് ഒരു സാമ്പത്തികമായ കടമുണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ തരത്തിലുള്ള ഒരു കേസോ കള്ളക്കേസോ വഴിയില്ലാത്ത അവസ്ഥയോ ഉണ്ടായി, അല്ലെങ്കിൽ മക്കളുടെ സ്വഭാവദൂഷ്യം ഉണ്ടായി, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മദ്യപാനം ഉണ്ടായി, ഭാര്യയുടെ സംശയം ഉണ്ടായി, ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഇപ്പോഴെന്താ നിനക്ക് ഇപ്പോഴൊരു മുമ്പത്തേക്കാൾ ഉത്കണ്ഠ വന്നിരിക്കണത്? മുമ്പത്തേക്കാൾ നിനക്ക് സങ്കടം വന്നിരിക്കണേ? എന്താ? നീ ഇത്രയും വലിയ തീക്കടലൊക്കെ നീന്തിപ്പോകുന്ന ആളാണല്ല, പിന്നെ എന്താണ് ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ നീ വല്ലാണ്ടായിരിക്കണത്, നീ വിഷമിക്കണേ? എന്താ? ദാറ്റ് മീൻസ് വിശ്വാസം അവശേഷിച്ചില്ല എന്നർത്ഥം. അതാണ് പ്രശ്നം. കാര്യങ്ങളെല്ലാം ഒത്തിരിയേറെ കണ്ടു, ഒത്തിരിയേറെ ദൈവത്തിൽ നിന്ന് നേടിയിട്ടും ഇപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ നീ എന്താണ് വിറക്കണത്? നീ എന്താണ് പതറണത്? ദാറ്റ് മീൻസ് പ്രത്യാശ അവശേഷിച്ചില്ല. കർത്താവ് ഒരു ചോദ്യമാണ് ചോദിച്ചത്, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ, നമുക്കറിയാമല്ലോ മനുഷ്യപുത്രൻ വരുമ്പോഴെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണത്? ഇത് ലൂക്കായുടെ സുവിശേഷമല്ലേ? 18-ാം അധ്യായം 7-ാം വാക്യം. മനുഷ്യപുത്രൻ വരുമ്പോഴെന്ന് പറയണം. ഇപ്പോൾ ആഗമന കാലമാണ്. 2-3 തരം പരൂസ്യ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എസ്കത്തോളജിക്കലായിട്ട് നിത്യതയിൽ ദൈവം രാജാതിരാജനായിട്ട് നമ്മളെ അന്ത്യവിധിയാളനായിട്ട് വരുന്നതാണ് എസ്കത്തോളജിക്കൽ പരൂസ്യ, കർത്താവിൻ്റെ അവസാന വരവ്. പിന്നെ ദൈവം ഇടക്കിടക്ക് വരും. ഇമ്മീഡിയറ്റ് പരൂസ്യ എന്ന് തിയോളജി പറയും. ഇടക്കിടക്ക് വരണത് വെച്ചാൽ, ഇപ്പം ഞാനൊരിക്കൽ ഒരു ചേട്ടത്തി വന്ന് എന്നോട് പറഞ്ഞു, അച്ഛന് 3 ദിവസം ഞാൻ ഇടവകയില്ലായിരുന്നു. അപ്പോൾ എന്നെ വന്ന് വളരെ പരിഭവത്ത് കൊടുക്കും. അവർ ആ ദിവസങ്ങളിൽ വലിയ സങ്കടമായിരുന്നു, വലിയ സങ്കടത്തിൽ പോവുകയായിരുന്നു. അപ്പോൾ എന്നോട് വലിയ പരിഭവമായിട്ടാണ് പറഞ്ഞത്, അച്ഛന് എവിടെ പോയിരുന്നു, മനുഷ്യനെ സഹിക്കാനുള്ളതിൻ്റെ കൂടുതലായിപ്പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ്? ഇത് അവളോട് ചോദിക്കാൻ പറഞ്ഞു. ആരാണ്? മകളെ കൊണ്ടുവന്നിട്ടുണ്ട്. മകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ മകളുടെ എന്നോട് സംസാരിക്കുന്ന വലിയ അമ്മച്ചിക്ക് 10, 60, 65 വയസ്സുണ്ട്. ഈ മകൾക്കും 10, 35 വയസ്സുണ്ടാവും. മകളുടെ 2 മക്കളുണ്ട്. ഈ മകളുടെ ഭർത്താവ് മരിച്ചു. അപ്പോൾ മകളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഭർത്താവിൻ്റെ അനുജന് ആണ് പിന്നെ ഇവരുടെ വീട്ടു ചിലവൊക്കെ. അപ്പോൾ ചേട്ടത്തി ഇനി വീട്ടിൽ പോകണ്ട, വീട്ടിൽ തന്നെ നിന്നോളൂ, പിള്ളേരൊക്കെ ദൃഢമാകുന്നവരെ, പിന്നെ ദൃഢമായി കഴിയുമ്പോൾ പിന്നെ ഒക്കെ വരുമാനമൊക്കെ ആകും, അതുവരെ ഞാൻ പിള്ളേരെ നോക്കിക്കൊള്ളാം എന്ന് ചിറ്റപ്പൻ പറഞ്ഞു. ചിറ്റപ്പന് പിള്ളേരും മക്കളും ഭാര്യയൊക്കെ ഉള്ള ആളാണ്. എങ്കിലും ചിറ്റപ്പന് നല്ല സ്വഭാവമുള്ളത് കൊണ്ട് പറഞ്ഞ്, ഇപ്പോൾ പിള്ളേരൊക്കെ ഇത്രയും വലുതായപ്പോൾ ഇനി ചേട്ടത്തിയുടെ അങ്ങ് പോയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ അപ്പന്മാരൊക്കെ ഭയങ്കര വയസ്സും പ്രായം രോഗികളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളെ നോക്കാൻ പാടായിരിക്കും, എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. ചിറ്റപ്പൻ നല്ല സ്വഭാവമുള്ള ആളാണ്. അപ്പോൾ മക്കളൊക്കെ അതുപോലെ അനുസരിച്ച് പഠിപ്പിക്കാൻ ചിറ്റപ്പൻ്റെ കൈ പറ്റണ പോലെയൊക്കെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ വളർന്ന് വരികയാണ്. 10, 18, 20 വയസ്സൊക്കെ ആയി. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിറ്റപ്പനെ ഇവർ മൈൻഡ് ചെയ്യാത്ത കണ്ടീഷനായി. ആര്? മക്കൾ. ഇപ്പോൾ നമ്മളൊരു വിഷയം കഴിഞ്ഞാലും അമ്മമാർക്ക് പറയാമെങ്കിലും മൈൻഡ് ചെയ്യേണ്ടതാരാണ്? എടാ ചിറ്റപ്പൻ അപ്പൻ്റെ സ്ഥാനത്തിക്കണല്ലേ, നിങ്ങളെ നോക്കിയതല്ലേ, ഇങ്ങനെയൊക്കെ കുറേ പറയാവുന്നല്ലാതെ ഈ പിശാചുക്കൾക്ക് മനസ്സിലാവണില്ല. അവർ വെള്ളം ഒഴിച്ച് ഇടയ്ക്ക് ശമ്പുവും ശാന്തിയൊക്കെ വെച്ച് അങ്ങനെ വിവരമില്ല വെളിവില്ല നടക്കുമ്പോൾ ചിറ്റപ്പൻ വടിയും വഴികൊക്കെ എടുക്കുമ്പോൾ ചിറ്റപ്പനോട് ഇവർക്ക് ഭീഷണിയാണ്. സ്നേഹിക്കണേക്കാൾ ഉപരി ഇങ്ങനെ അപ്പന് ശേഷം
ഇവർ മോശപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ചിറ്റപ്പൻ ഇത്തിരി കർക്കശമായപ്പോൾ ചിറ്റപ്പനോടൊരു വെറുപ്പല്ല, ഒരു അകൽച്ച. അപ്പോൾ ചിറ്റപ്പൻ്റെ ചേട്ടത്ത് വൈഫ് പറയുന്നുണ്ട്, എന്തിനാണ് ഇളവഴങ്ങണത്? നമ്മുടെ മക്കളുടെ വായിൽ നിന്ന് പിടിച്ച് പറിച്ച് കൊടുത്തിട്ട് അവസാനം നിങ്ങൾക്ക് ഒരു വില പോലും ഇല്ലല്ല എന്ന് ഇവരെപ്പോഴും, ഇവർ വേറെ ഒന്നും പറയത്തില്ല, കൊടുക്കണ്ടെന്ന് മേടിക്കണ്ടെന്ന് പറയത്തില്ല. ആറ്റം പണി ചെയ്യണ പാർട്ടിയാണ്. വളരെ സൗമ്യമായി പറയും, എന്താ നമ്മുടെ മക്കളുടെ ഇത് പിടിച്ച് പറിച്ച് കൊടുക്കണതിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു വില പോലും അവർ കാണിക്കണില്ലല്ലോ. അപ്പോഴേ തപ്പടി നിനക്ക് തോന്നണം എന്നൊക്കെ പറഞ്ഞ് ചിറ്റപ്പനി വിളവ് ഓടിച്ചിടും. ആരാ? ഭാര്യനെ. അപ്പോൾ അതിനെ അടക്കി ഒതുക്കി നിർത്താൻ പറ്റും. പിന്നെ രണ്ടാമത് സംസാരിക്കത്തില്ല. എന്നാൽ പോട്ടെ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ കൂടെ പുറമാർ ചിലക്കാരാകുമ്പോൾ ഞാൻ വേറെ കടന്ന് വന്നതല്ലേ, രണ്ട് ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്ത് അവരവരുടെ വീട്ടിൽ പോകും, അവരുടെ വിഡ്രോ ആവും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം പ്രശ്നം വെച്ചാൽ അമ്പലപ്പരിപാടിക്ക് ചിറ്റപ്പൻ ആ വഴിക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവന്മാരുന്നുണ്ട് റമ്മിയ പന്നിമലത്തേക്ക് ചെയ്തുകൊണ്ടിരിക്കുക അമ്പലങ്ങൾ. അപ്പോഴേ സാധാരണഗതിയിൽ ചിറ്റപ്പൻ അതിലൂടെ പോകുമ്പോൾ ഇവർ എഴുന്നേൽക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് മാറിക്കളയുകയൊക്കെ ചെയ്യേണ്ടതാണ്. അതിനകത്ത് വെള്ളവടി പാർട്ടിയാണത്. പക്ഷേ ഇവന്മാർ അവിടെ തന്നെ കുത്തിപ്പിടിച്ചിരുന്ന് അതോടുകൂടി പിടിപെട്ട് പുള്ളിയുടെ ഉള്ളിൽ ഭയങ്കര സങ്കടം. കാര്യം ഈ ചേട്ടൻ മരിച്ചതിന് ശേഷം ഈ മക്കളിനെ സ്വന്തം മക്കളെപ്പോലെ വളർത്തിങ്ങനെ അവസാനം നാട്ടുകാരുടെ മുമ്പിലും അവന്മാർ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, നാട്ടുകാരുടെ മുമ്പിലും മാനിക്കാതിരുന്നപ്പോഴേ ആ ചിറ്റപ്പം ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് വന്ന് ചേട്ടത്തോട് പറഞ്ഞു, ചേട്ടത്തി എൻ്റെ വൈഫിൻ്റെ വഴക്കും കേട്ട് പിള്ളേടക്കൊന്നും പിടിച്ചു പറിച്ചാണ് നിങ്ങളെയും കുഞ്ഞുങ്ങളെയും ഞാൻ നോക്കിയത്. ഒരു പട്ടിയുടെ വില പോലും ആ മക്കളിപ്പോൾ എനിക്ക് തരണില്ല. അതുകൊണ്ട് നിങ്ങളായി നിങ്ങളുടെ വിധിയായി നിങ്ങളുടെ പാടായി ഇഷ്ടമുള്ളവർ ചെയ്യും, ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല എന്ന് പറയും. അപ്പോഴും ഇവിടെ ആകപ്പാടെ കലങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുമോ? വീട്ടിൽ പോകാൻ പറ്റത്തില്ല. എന്നാൽ മക്കൾ വല്ലതും ഗുണം പിടിച്ചിട്ടുണ്ടോ? അതുമില്ല. എല്ലാം കൊണ്ട് ഇവൾ വിഷമിച്ച് ഇവളെ ഇവിടെ അമ്മ പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഡയറക്റ്റ് ഉത്തരവില്ല. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഉത്തരവില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകും. എന്താ കാര്യം? നമുക്ക് ഒരുമാതിരിപ്പെട്ട കാര്യം 10-30 കൊല്ലമായത് കാരണം 10-20 ലക്ഷം മനുഷ്യരെ പ്രാർത്ഥിച്ച് താമസിച്ചിരിക്കണ കാരണം ഡയറക്റ്റ് ഉത്തരവ് ഉടനെ കിട്ടും. വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ ഈ ശുശ്രൂഷ തന്നെ ചെയ്യണമല്ലേ. പക്ഷേ ചില സമയത്ത് ഒരു ഉത്തരം കിട്ടത്തില്ല. നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പണ്ടൊക്കെ എനിക്ക് വിഷമാവും. കാര്യം ഇനി എന്ത് ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എനിക്ക് വിഷമമില്ല. എന്താ കാര്യം? ഉത്തരം കിട്ടാത്തത് കർത്താവിൻ്റെ കയ്യിൽ ഉത്തരവുണ്ട്. ഇനി കർത്താവിൻ്റെ ഒക്കെ നേരിട്ട് മേടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനത് കർത്താവിൻ്റെ അടുത്ത് നേരിട്ട് മേടിക്കാനല്ല നമ്മൾ ഈ കൗൺസിലിങ്ങൊക്കെ നടത്തുന്നത്. അതിന് ബിബ്ലിക്കൽ മെസ്സേജുണ്ട്, ചാർട്ടിംഗ് മെസ്സേജുണ്ട്, വിഷൻ മെസ്സേജുണ്ട്, കുറേ മെസ്സേജുകളുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ കൈകമത്തി വെച്ച് ഇപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം, ഈശോ എന്നെ പറയാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. തിരിച്ചു പോകണം മക്കളെയും കൊണ്ട്. അതാ ഇനി ഇവിടെ താമസിക്കണം, ഇവിടെ എന്തുമാത്രം കഴിഞ്ഞു കൂടാൻ പറ്റും. ആപ്പാടെ പുലിവാലാകയാണ്. കാര്യം ഈ പിള്ളേർ വന്ന ചിറ്റപ്പൻ അമ്പനും പിന്നെ ഇനി അടുക്കത്തില്ല, പ്രശ്നമാകും. അപ്പോൾ ഇനി ആരും ഇല്ലല്ലോ എന്നുള്ള, ഈ അമ്മയും മരിച്ചു പോയാൽ പിന്നെ ആരും ഇല്ലല്ലോ എന്നുള്ള ഒരു വേവലാതിയായി. അപ്പം ഞാൻ ഇങ്ങനെ ബൈബിളിൽ കമത്തി വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ബൈബിൾ മെസ്സേജ് നിങ്ങൾക്ക് ഇങ്ങനെ ബൈബിൾ മെസ്സേജ് എടുക്കണം നല്ലതാണ്. ഭയങ്കര പാടാണ്. തത്തപ്പെട്ടി ഉപേക്ഷിച്ച് കളഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാകും. തത്തപ്പെട്ടിയിലാണല്ലോ ഇപ്പോൾ പ്രശ്നമൊക്കെ മുഴുവൻ ഇരിക്കണേ. തത്തപ്പെട്ടി എന്ന് പറയുന്നത് വീട്ടിലിരിക്കണല്ലേ, ആ ചീട്ടെടുക്കണ പരിപാടി. അത് സൂചിപ്പിക്കണ കുറച്ച് വചനങ്ങളാണ് എൻ്റെ അടുത്തുള്ളത്. അത് കാരണം അത് വെച്ച് ദൈവമനസ്സ് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ തത്തപ്പെട്ടിയിലല്ല, കറക്റ്റ് ഈ സമ്പൂർണ്ണ ബൈബിളിൻ്റെ മെസ്സേജ് എടുക്കാൻ അരുവി ചോദിച്ചാൽ കർത്താവ് കുറേ നാൾ ചോദിക്കണം. ചോദിക്കുമ്പോൾ 2-3 സമയത്തൊക്കെ സന്ദേശം തരുമ്പോൾ കർത്താവ് വാച്ച് ചെയ്യും, നമ്മളത് പാലിക്കുന്നുണ്ടോ. നമ്മൾക്ക് പറ്റാത്ത സന്ദേശമാണെങ്കിൽ നമ്മൾ മടക്കി വേറെ വഴിക്ക് പോയി കളയും. അതാണ് നിങ്ങൾക്ക് അബദ്ധം പറ്റണത്. ഞാനിവിടെ പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം നമുക്കിഷ്ടപ്പെട്ടതല്ല കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ, നീ ഒരു കല്യാണം എന്നോട് ചോദിക്കണം. ആ കല്യാണത്തെക്കുറിച്ച് മെസ്സേജ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് മെസ്സേജ് കിട്ടുമ്പോൾ നീ ഒത്തിരി ആശിച്ച് മോഹിച്ച് പോയ കല്യാണമാണ്, അല്ലെങ്കിൽ പറമ്പാണ്, അല്ലെങ്കിൽ വീടാണ്, അല്ലെങ്കിൽ ജോലിയാണ്. പക്ഷേ ഈ മെസ്സേജ് വരുമ്പോൾ പൈസ കൊടുക്കേണ്ടെന്ന, ആ കല്യാണം വേണ്ടെന്ന, ആ ബന്ധം ഒഴിവാക്കാനാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നീ അത് ഒഴിവാക്കത്തില്ല. എന്നിട്ട് ന്യൂട്രലായിട്ട് അതും കൊണ്ട് തന്നെ നടക്കും. അപ്പോൾ തന്നെ കർത്താവിന് ആദ്യകാലങ്ങളിൽ വിശ്വാസം പോയാൽ പിന്നെ എടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇന്നാൾ വീൽ ചെയറിൽ 2 കുഞ്ഞുങ്ങളിവിടെ വന്നായിരുന്നു.
14 വയസ്സൊക്കെ ഉള്ള 2 വീടുകൾ വീൽ ചെയറിൽ കൊണ്ടുവന്നു. അപ്പം മൈക്കൽ തോമസ് എന്ന് പറഞ്ഞ എൻ്റെ ഇവിടുത്തെ സഹപ്രവർത്തനാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, ആ സാറ് പറഞ്ഞു, അച്ഛാ എൻ്റെ ഒരു ബന്ധുവിൻ്റെ മക്കളാണിത് 2 പേരും, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം, അവരെ കൂടെ ഞാൻ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. വീൽ ചെയറിലാണ്, ജന്മന അങ്ങനെ ആയിപ്പോയതാ. ഞാൻ പറഞ്ഞു, എന്ത് ഈ കേസ് അച്ഛനെ അറിയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്ത് കേസാണിത്? ഇത് അച്ഛൻ വാടകപ്പള്ളി 2004 ഇരുന്നപ്പോൾ ഒരു അഫയർ കേസ് വന്നതാണ്. അന്ന് ഇവൻ്റെ അമ്മയെ ഇവൻ്റെ അപ്പൻ സ്നേഹിച്ച് നടക്കുന്ന കാലമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എടാ അച്ഛനോട് പോയി ചോദിച്ച് പ്രാർത്ഥിച്ചിട്ട് ദൈവഹിതമാണ് ഈ ബന്ധമെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. ശരി, എന്നാൽ ചേട്ടന് സാമ്പത്തികമായി സഹായിക്കുന്ന കാരണം, അല്ലെങ്കിൽ വേറെ അവരുമായിട്ട് നമ്മൾ അടുപ്പമുള്ളത് കാരണം ചേട്ടന് എൻ്റെ വാക്ക് ഇയാൾക്ക് ധിക്കരിക്കാൻ പറ്റണില്ല. എന്നാൽ ചേട്ടനെ കൂടെ അങ്ങനെ സൂപ്പിച്ചേക്കാം, അച്ഛനെങ്കിൽ അച്ഛൻ മെത്താനെങ്കിൽ വന്ന് കണ്ടാൽ വേറെ മുടക്കമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് എന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അഫയർ മെസ്സേജ് എടുത്തിട്ട് പറഞ്ഞു, ഈ അഫയർ ശരിയാകത്തില്ല, നിനക്ക് ജീവിതകാലത്ത് ഒരിക്കലും സമാധാനം കിട്ടത്തില്ല, ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ക്ലോസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എന്നോടും പറഞ്ഞു, ചേട്ടനോടും പറഞ്ഞ് ഇയാൾ വണ്ടി വിട്ട്. പക്ഷേ ഇയാൾ ന്യൂട്രലായിട്ട് ആ അഫയർ തുറന്നും കൊണ്ടുപോവുകയും 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവളെ കല്യാണം കഴിക്കുകയും ചെയ്തു. ആ കല്യാണം കഴിച്ച് പ്രസവിച്ച 2 പിള്ളേർക്കും അനങ്ങാൻ പാടില്ല, ഇപ്പോഴും അനങ്ങാൻ പാടില്ല. ഇപ്പോഴും വീൽ ചെയറിലാണ് അങ്ങ് നടക്കുന്നത്. അപ്പം അച്ഛൻ ആ കേസാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ മെസ്സേജ് എടുക്കും, എന്നിട്ട് അവർ നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി ഓക്കെ ഫാദർ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് അവർ ലൈൻ അടിച്ച് വെച്ചിരിക്കുന്ന കേസല്ലേ, അവർ മാറത്തില്ല, പണി കിട്ടും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ ദൈവഹിതം അറിഞ്ഞതിന് ശേഷം നമ്മുടെ വൈകാരികമായ അഭിനിവേശം കൊണ്ട് ആ തിന്മയിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ദൈവം ഒരിക്കലും നിങ്ങളെ പിന്നെ വിശ്വസിക്കത്തില്ല. കാര്യം ദൈവത്തെ ഇപ്പം ചാട്ടും മെസ്സേജ് നല്ലതാണ്, പക്ഷേ നമ്മൾ 2 പ്രാവശ്യം നമ്മൾ സത്യസന്ധമായിട്ട് നിന്ന് അതനുസരിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമ്മൾ പോവത്തുള്ളൂ എന്ന് വിചാരിച്ച് ദൈവത്തിന് ഒരു വിശ്വാസം കൊടുത്താൽ പിന്നെ സംസാരിക്കണ എല്ലാം ദൈവം നമ്മളോട് കറക്റ്റ് സംസാരിക്കും, എല്ലാം പിന്നൊക്കെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യം. ഞാൻ 3 കൊല്ലമല്ല 30 കൊല്ലമായില്ലേ, 30 കൊല്ലം ഫോളോ ചെയ്യണമല്ലേ. അപ്പോൾ അത് അത് അച്ചുട്ട പോലെ നമ്മുടെ ആ സബ്ജക്റ്റ് തന്നെ കൈകാര്യം ചെയ്യും. ഇപ്പം ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഭർത്താവ് മരിച്ചു, 2 മക്കൾ ഇങ്ങനെയായിപ്പോയി, ചിറ്റപ്പനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിരിക്കണം, എന്താണെന്ന് പറയാം, നമുക്ക് നോക്കാം, ഈശോ എന്നാ പറയാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബൈബിളൊക്കെ വിശ്വസിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ചേച്ചിയോട് 2 നമ്പർ ചോദിച്ചു. 2 നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി നമ്പർ പറഞ്ഞത് ലൂക്കാ 21 അതായത് അന്നാളുകളിൽ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരത്തില്ല, നക്ഷത്രങ്ങൾ നിബന്ധിക്കുമെന്ന്. അപ്പോൾ അവർക്കാർക്കും മനസ്സിലായില്ല, പക്ഷേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കാര്യം എന്താണ്? സൂര്യൻ അനന്തരം മനുഷ്യപുത്രൻ സകല മാലാഖമാരുടെ കൂടെ എഴുന്നള്ളി വരുന്നത് നിങ്ങൾ കാണുമെന്ന്. അതാണ് മെസ്സേജ്, അതാണ് വചനം. ഇപ്പം ഞാൻ പറഞ്ഞ സൂര്യൻ ഇരുണ്ടുപോയ കാര്യമാണ് ഈ പറയണത്. ഭർത്താവ് മരിച്ചൊക്കെ പോയി, ചന്ദ്രൻ പ്രകാശം തരത്തില്ല, ചിറ്റപ്പരിപ്പ് വരുമാനം ഇപ്പം തന്നെ ചിറ്റപ്പൻ പറഞ്ഞ് ഇനി ഞങ്ങളെ സഹായിക്കത്തില്ലെന്ന് പറഞ്ഞു. നക്ഷത്രങ്ങൾ മക്കളാണ് നിബന്ധിച്ചു. പക്ഷേ ഇനി എന്താ സംഭവം? അവസാനൊരു വചനമുണ്ട്, അനന്തരം മനുഷ്യപുത്രൻ സകല മാലാഖമാരുടെ കൂടെ വരും. ഞാൻ പറഞ്ഞു നിങ്ങൾ പോകരുത്. കാരണം നിങ്ങളുടെ ഭർത്താവിനെ കണ്ടുകൊണ്ടോ ഭർത്താവിൻ്റെ അനിയനെ കണ്ടുകൊണ്ടോ മക്കളെ കണ്ടുകൊണ്ടോ അല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവത്തെ കണ്ടുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്ലേശങ്ങൾ ഇങ്ങനെ വരുമ്പോൾ കർത്താവ് വരാൻ കാലമായെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? രോഗങ്ങളാകാം, കടങ്ങളാകാം. ഇപ്പം കർത്താവ് വരുമ്പോൾ പലപ്പോഴും നമുക്കത് മനസ്സിലാകണത്, നമുക്കത് ഫീൽ ചെയ്യണത്, പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരണത് നല്ല ഒരു അന്തരീക്ഷത്തിലല്ല, വളരെ പ്രതികൂലമായിട്ടുള്ള ക്ലേശകരമായിട്ടുള്ള ഒരു 2-3 അനുഭവങ്ങൾക്ക് ശേഷമാണ് ദൈവിക ഇടപെടലുണ്ടാകുന്നത്. ആ ക്ലേശകരമായ കാലങ്ങളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം അവശേഷിക്കണം, പ്രത്യാശ അവശേഷിക്കണം, ദൈവസ്നേഹം അവശേഷിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ദൈവം അങ്ങനെ വരുമ്പോൾ എന്താ പറയണത്? ഈ അവശേഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിത്യത വരെ അവശേഷിക്കുകയാണ്. വിശ്വാസം അവശേഷിക്കുമെന്ന് ചോദിച്ചില്ലേ? അത് നമ്മുടെ ഈ ഭൂമി മാത്രമല്ല, വിശ്വാസം എന്നൊക്കെ പറഞ്ഞ ദൈവിക പുണ്യങ്ങളാണെങ്കിൽ അത് ആത്മാവിൻ്റെ കൂടെയാണ് അവശേഷിക്കുന്നത്, ശരീരത്തിൻ്റെ കൂടെയല്ല. അത് ആത്മാവിൻ്റെ കൂടെയാണ്. ഇപ്പം നമ്മൾ
കൂദാശയെക്കുറിച്ച് എന്താ പറയണത്? നമ്മുടെ ആത്മാക്കളെ പുണ്യപൂർണ്ണമാക്കാൻ വേണ്ടി കാണപ്പെടാതെ ദൈവത്തെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോമിശിഹാ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളം കൂദാശ എന്ന് പറയുമ്പോൾ, എന്തിനാണ് കാണപ്പെടുന്ന അടയാളമായ കൂദാശയിലൂടെ കാണപ്പെടാത്ത ദൈവത്തെ വരപ്രസാദം ലഭിക്കണം? എന്തിനാണ്? ആത്മാക്കളെ പുണ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അവശേഷിക്കുന്ന വിശ്വാസം എന്ന് പറയുമ്പോൾ, ഒരു രോഗം കഴിയുമ്പോൾ എന്ത് അവശേഷിക്കുന്നു? ഒരു പരീക്ഷ കഴിയുമ്പോൾ എന്ത് അവശേഷിപ്പിക്കുന്നു? ഒരു കേസ് കഴിയുമ്പോൾ എന്ത് അവശേഷിക്കുന്നു? വിശ്വാസം അവശേഷിക്കണം, പ്രത്യാശ അവശേഷിക്കണം, ദൈവസ്നേഹം അവശേഷിക്കണമെങ്കിൽ അത് അവശേഷിക്കുന്നത് നമ്മുടെ ആത്മാവിലാണെങ്കിൽ അവശേഷിപ്പ് കൊണ്ട് തന്നെ ആത്മാവ് പുണ്യപ്പെട്ടുകൊണ്ടിരിക്കും. കർത്താവ് ചോദിക്കണത് വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ, കർത്താവ് ചോദിക്കാതെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താണ്? വെദർ there is ഗ്രേസ് പെർസിസ്റ്റ്, അതായത് കൃപ അവശേഷിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കണത്. വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യാശ അവശേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് രണ്ടും ദൈവിക പുണ്യങ്ങളായതുകൊണ്ട് നിൻ്റെ ആത്മാവ് പുണ്യപൂർണ്ണമായോ എന്നാണ് ചോദിക്കുന്നത്. ഓരോ ചോദ്യത്തിനും ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുന്നതിലാണ് കർത്താവ് ശ്രദ്ധ ചെലുത്തിയിരിക്കണമെന്നുണ്ടെങ്കിൽ, കർത്താവ് തിരിച്ചു വരുമ്പോൾ നോക്കണതും ഈ അവശേഷിക്കണത് തന്നെയാണ് നോക്കണത്. ഇത് ആഗമനകാലം ആരംഭിക്കുകയാണെങ്കിൽ കർത്താവിന് തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ് സഭ ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ, തിരിച്ചു വരുന്ന കർത്താവ് എന്ത് ചോദിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിൻ്റെ ആത്മാവ് ഞാൻ നിനക്ക് തന്ന ശോധനകളിലൂടെ, അഗ്നിശോധനകളിലൂടെ നിൻ്റെ ആത്മാവ് മുമ്പത്തേക്കാൾ വിശ്വാസം ആർജിച്ച്, മുമ്പത്തേക്കാൾ പ്രത്യാശ ആർജിച്ച്, മുമ്പത്തേക്കാൾ ദൈവത്തെ ആർജിച്ചുകൊണ്ട് പുണ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നോക്കണത്. അതാണ് ധനമെന്ന് പറയണത്, ദൈവം നോക്കുന്ന ധനമെന്ന് പറയണത്. ദൈവവേദന ഒരനീതി ഞാൻ ചെയ്തിട്ടില്ലെന്ന് കർത്താവ് ആണയിട്ട് പറയുന്നില്ലേ? എന്തനീയ നമുക്ക് അതുകൊണ്ടാണ് പറയണത്, ഒരു പരാതി പറയരുതെന്ന്. ദൈവത്തോട് പരാതി പറയരുത്. കാര്യം ദൈവത്തിൻ്റെ മൂവ്മെൻറ്റുകളും ദൈവത്തിൻ്റെ കണക്ക് കൂട്ടലുകളും ദൈവത്തിൻ്റെ കാര്യങ്ങളെ ചെയ്യുന്ന രീതികളും നമ്മൾ കാണുന്നതും രണ്ട് ഫോർമാറ്റിലാണ്. അതുകൊണ്ട് തന്നെ വചനങ്ങൾ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പക്വതയോടെ പാകതയോടെ, ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ലോർഡ് എന്ന് അമ്മ പറഞ്ഞില്ലേ? ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞിട്ട് അമ്മ ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞ വചനത്തിൻ്റെ വ്യാഖ്യാനമായി അമ്മ ഒരു നിപ്പ് നിന്നിട്ടുണ്ട്. പലപ്പോഴും അമ്മ ഒരു നിലപാട് നിന്നിട്ടുണ്ട്. ഇതാ കർത്താവിന് ദാസി എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാ വർത്തമാനമല്ല, അതൊരു നിലപാടാണ്, അതൊരു നയമാണ്, അതൊരു അമ്മയുടെ ഒരു സമ്പ്രദായമാണ്. എന്താണ്? എല്ലാ സമയങ്ങളിലും കരളിന് കിഴുത്ത ഉണ്ടാക്കുന്ന ജീവിതാനുഭവങ്ങൾ വരുണ്ടാകുമ്പോഴും മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതേക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നെന്ന്. എന്താ കാര്യം? എല്ലാം കഴിയുമ്പോൾ അപ്പായോട് പരാതി പറയത്തില്ല. അപ്പായോട് ഒരു കാരണവശാലും എന്നോട് അങ്ങനെ ചെയ്തെന്നോ, എന്തിനാണ് എന്നോട് ചെയ്തെന്നോ ഒന്നും ചോദിക്കത്തില്ല. അങ്ങനെ ചോദിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അങ്ങനെ ചോദിക്കുന്ന ആളാണ്. ഈശോ കൈമോശം വന്നപ്പോൾ ചോദിച്ചു, എൻ്റെ ഈശോ നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. പക്ഷേ അതിലൊക്കെ പെറ്റുകിടന്നപ്പോൾ അപ്പം ആ കാര്യത്തോടത്തിലായപ്പോയില്ല, എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചില്ല. ഭൗതികമായ നഷ്ടങ്ങളിൽ അപ്പനോട് അമ്മ കണക്ക് പറയത്തില്ല. ആത്മീയമായ നഷ്ടം വന്നാൽ അപ്പനോട് അമ്മ ചോദിക്കും, എന്താണ് ഈശോ എന്നോട് ഇങ്ങനെ ദൈവവേദന ഞാനും നീയും ദൈവതിരുസന്നിധി പരാതിയോ പരിഭവമോ കണക്കോ പറയുന്നുണ്ടെങ്കിൽ അത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. എന്താണ് നിനക്കത്? ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പാ എന്നോട് എനിക്ക് എൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയല്ല അപ്പാ, എന്നോട് എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ നീ മുതിർന്നാൽ അന്ന് നീ ദൈവപൈതലാകും. ദൈവപൈതലാകുമ്പോൾ അമ്മയെപ്പോലെ കൃപ നില നിറയും. അതുപോലെ നിറയാൻ തന്നെയാണ് ദൈവം. അതാണ് അവശേഷിപ്പിക്കുന്നത്, അതാണ് കൃപ. ആ കൃപയെ അവശേഷിച്ചിട്ടുണ്ടാവും. ആ കൃപ അനുസരിച്ചുകൊണ്ട് ആത്മാ പുണ്യപ്പെട്ടിട്ടുണ്ട്. ആ പുണ്യമനുസരിച്ചുകൊണ്ട് നിത്യത വരെ എനിക്ക് നിനക്കും കർത്താവിനെ കൂടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ഈ നിത്യതയിൽ, ഈ ജീവിതത്തിൽ നമുക്കിതുപോലെയുള്ള ക്ലേശപാഠങ്ങൾ, അഗ്നി പരീക്ഷകളിൽ അതിജീവിപ്പിക്കാനുള്ള അവധാനത, ആത്മാവിൽ കരുത്ത് അമ്മയിൽ നാവഹിക്കേണ്ടതാണ്. അത് കഴിയട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിൻ്റെ അവശേഷിപ്പുകൾ, ഓരോ പ്രോജക്റ്റുകളും പദ്ധതികളും പരീക്ഷണ ഘട്ടങ്ങളും എല്ലാം കഴിയുമ്പോൾ
നമ്മളിൽ വിശ്വാസം അവശേഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ അവശേഷിക്കുന്നില്ലാത്തത് കൊണ്ടാണ് വീണ്ടും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പണ്ടത്തതുപോലെ ആദ്യം വേദിയും കൂടുന്നത്. വീണ്ടും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പണ്ട് ഒരു വിഷയം ഉണ്ടായപ്പോൾ ആദ്യം ഉള്ളതുപോലെ ഇപ്പോഴും ആദ്യം കൊള്ളുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിശ്വാസം അവശേഷിക്കാത്തതാണ്. പഴയ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് വരുമാനമൊന്നും ഇല്ലാതിരുന്നതാണ് എന്നുള്ള സൂചനയാണ് ഇപ്പോഴ് കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ശ്രദ്ധയോടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ദൈവിക വെളിപാടാണ്. 5,000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൂട്ടം നിറയെ ശേഖരിച്ചു വന്ന് അല്പവിശ്വാസികളും ചോദിച്ചില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? 5,000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയിട്ട് പിന്നീട് വിശന്നപ്പോൾ 5,000 പേർക്ക് തീറ്റിപ്പോറ്റിയിട്ട് അത് അപ്പോസ്തലന്മാരും മറന്നുപോയില്ലേ? എന്തുകൊണ്ടാണ്? ആ വിശപ്പിന് മറുപടി കൊടുത്ത് അപ്പം വർദ്ധിപ്പിച്ചെങ്കിലും അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചില്ല. ബൈബിൾ പറയും അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ പാഠങ്ങൾ പഠിച്ചില്ല എന്നാണ്. ഇന്ന് കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചുള്ള പാഠങ്ങളാണ് പറയണത്. എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ ഒരു വിഷമം ഇപ്പോൾ ഉണ്ടായാൽ ഇത് പുതിയ പുത്തരിയല്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എൻ്റെ ദൈവം ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള മുൻകാല അനുഭവങ്ങളിൽ നിന്ന് അവശേഷിക്കേണ്ടത് എന്താണ്? വിശ്വാസമാണ്. അതാണ് 5,000 പേർ തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൊട്ട നിറയെ ശേഖരിച്ചു? 4,000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൊട്ട നിറയെ ശേഖരിച്ചു എന്ന് ചോദിക്കണത് ദൈവപൈതൽ നിൻ്റെ ജീവിതത്തിൽ മുൻകാല അനുഭവങ്ങളിലുള്ള ദൈവാനുഭവങ്ങളിൽ നിന്ന് വിശ്വാസം, പ്രത്യാശ, സ്നേഹം അവശേഷിപ്പിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഭക്ഷണം കഴിക്കും തോറും നമ്മൾ വളരണ്ടേ? ദൈവഭക്ഷണങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൃപാസനത്തിൽ. ഇങ്ങനെ ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും വിശ്വാസ നിലപാടുകൾക്ക് മുമ്പത്തേക്കാൾ ആക്കവും തൂക്കവും ഉണ്ടാകണം. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വിശ്വാസത്തിൽ അവരെ നീ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണീരിൻ്റെ ഈ കാലത്ത് ഞങ്ങൾ വിശ്വാസത്തോടെ നിന്നെ ആശ്രയിക്കുമ്പോൾ നീ അടയാളങ്ങളുടെ നിന്റെ സാന്നിധ്യം ബോധ്യപ്പെടുത്തി ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുമ്പോഴും അവശേഷിക്കേണ്ടത് നിന്നിലുള്ള വിശ്വാസമാണെന്ന് നീ ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നു. ആ വിശ്വാസം അവശേഷിക്കാൻ വേണ്ടി അങ്ങയുടെ മക്കളെ നീ ഇപ്പോഴ് അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രോഗങ്ങൾ, പീഡകൾ, കടങ്ങൾ, ജീവിത ദുരിതങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥ, മക്കളില്ലാത്ത അവസ്ഥ, വിവാഹം ഒത്തുവരാത്ത അവസ്ഥ, വീട് സ്ഥലവുമില്ലാത്ത അവസ്ഥ, നഷ്ടപ്പെട്ട ജോലികൾ, ഇങ്ങനെ നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന അനേകം കാര്യങ്ങൾ ആരാധനയുടെ സാന്നിധ്യത്തിലെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. ഇത്രയും നേരം രാവിലെ ഉച്ച മുതൽ നമ്മൾ ധ്യാനിച്ച് വചനം കേട്ട് ഇപ്പോഴ് നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങളാണ്. പിന്നെ ഉടമ്പടി ചെയ്യാത്ത മക്കൾ അവരെന്തോ പ്രധാനപ്പെട്ട കാര്യത്തിന് കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ഉടമ്പടി ചെയ്തില്ലെങ്കിലും മക്കൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് കാരണം അവരുടെ വിഷയങ്ങളും ഇപ്പോഴച്ഛന് അഭിഷേക യോഗ്യതയോടെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈ പ്രാർത്ഥനയുടെ യോഗ്യത എന്ന് പറയണത്. അപ്പം നിൻ്റെ മനസ്സിൽ നീ പറയണം, കർത്താവേ, എനിക്കും കർത്താവിനെ സാക്ഷ്യം വഹിക്കാൻ ഇടയാക്കണം. എനിക്കും അൾത്താരെ കയറി സാക്ഷ്യം പറയുകയും ലോകത്തിൽ സാക്ഷിയായി ജീവിക്കുകയും ചെയ്യണം. ഒന്ന് പറഞ്ഞേ, കർത്താവേ, എനിക്കും അൾത്താരയിൽ കയറി എന്നെ അങ്ങ് സഹായിച്ചതിന് സാക്ഷ്യം പറയണം.
ലോകത്തിലെ സത്യസന്ധമായ അങ്ങയുടെ സാക്ഷിയായി ജീവിക്കണം. അങ്ങയുടെ സാക്ഷിയായി ജീവിക്കാൻ അഭിഷേകം തരണമേ. ഇപ്പോഴേ കർത്താവും മുതുകത്തും നെഞ്ചത്തും അവർ കറുത്ത പാട് കാണുന്നുണ്ട്. നെഞ്ചിനും മുതുകിനും നേരെ കറുത്ത പാടുകൾ കാണുന്നുണ്ട്. അതകത്ത് തന്നെ കോശങ്ങൾക്കെല്ലാം ഡാമേജ് ആകുന്നതുകൊണ്ടാണ്. ഗുരുതരമായ രോഗമാണ് കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. സുഖിട ഹല്ലേലൂയ. അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക ബാധ്യതകളാല് നട്ടം തിരിയുന്നവരെ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങ് മാത്രം വഴിയായി ശരണപ്പെട്ടിരിക്കുന്നവരെ അവർക്ക് സാക്ഷ്യം പറയാൻ അവിടെ കണ്ണുനീര് ഈ നിമിഷം അങ്ങ് ഏറ്റെടുക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഇപ്പോൾ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന മക്കള് സാക്ഷ്യം പറയുവാറ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. മക്കളെ, വിവാഹം ഒത്തുവരാത്തവര്, മക്കളില്ലാത്തവർ, നിങ്ങൾ ഇതൊക്കെ അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ മാനുഷികമായ ഒരു കണക്ക് കൂട്ടൽ ഇവിടെ വെക്കരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ അയ്യോ നമുക്ക് സൗന്ദര്യമില്ലായിരിക്കും. പല കല്യാണങ്ങൾ അങ്ങനെ പോയതാണ്. ചിലർ പറയും നമ്മുടെ കുടുംബത്തിൻ്റെ പഴയകാല ചില രീതികൾ നോക്കിയിട്ടാണ് കല്യാണം പോയത്. ചിലർ പറയും ഹൈന്ദവ സഹോദരങ്ങൾ പറയാം നാട് ശരിയായില്ല, നക്ഷത്രം ശരിയായില്ല, അതുകൊണ്ട് പോയതാണ്. ഇങ്ങനെ പണ്ടത്തെ കാലങ്ങൾ ഒന്നും ഇപ്പോൾ ഓർക്കണ്ട. കൃപാസനത്ത് ഇതിനൊന്നും പ്രസക്തിയില്ല. ചിലപ്പോൾ നീ പ്രതിയാകാം. ചിലപ്പോൾ നിനക്കറിയാം നീ പ്രതിയാണ്, നിൻ്റെ വക്കീലിനും അറിയാം നീ പ്രതിയാണെന്ന്. പക്ഷെ അമ്മ ആണ് തീരുമാനിക്കേണ്ടത്. അതാണ് കോടതി നിന്നൊക്കെ ആൾക്കാർ തലകൂരി പോണില്ലേ. എന്താ കാര്യം? അവർ പട്ടാങ്ങി അമ്മയോട് പറയും, അമ്മേ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി, അമ്മയ്ക്കും അറിയാം എനിക്കും അറിയാം, പക്ഷേ അമ്മ എനിക്കൊരു അവസരം തന്നാൽ ഞാനിനി ദൈവവൈദ്യനെ പോലെ ജീവിക്കും, സത്യമായിട്ട് അമ്മ അങ്ങനെ ജീവിച്ചോളാം. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് വിവരം അറിയണത്. അതുകൊണ്ട് തീരുമാനം നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണിൽ വരുമ്പോൾ, നിൻ്റെ കാര്യത്തിൽ അമ്മയ്ക്ക് എന്തോ തീരുമാനം ഉള്ളത് കൊണ്ടാണല്ലോ നിന്നെ വിളിപ്പിച്ചിരിക്കണത്. നിന്നെ വിളിപ്പിച്ചതല്ലേ, നീ വന്നതൊന്നുമല്ല. നിനക്ക് വരണമെങ്കിൽ എത്ര ജനകന്തെങ്കിൽ പോകാം. ഇവിടെ വന്നത് എന്താ? അമ്മ നിന്നെ വിളിപ്പിച്ചതാണ്. അപ്പോൾ നിൻ്റെ വിഷയത്തിൽ അമ്മയ്ക്കൊരു തീരുമാനമുണ്ട്. അത് നീ ഉറപ്പായി വിശ്വസിക്കണം. 21 വർഷമായിട്ട് മക്കളെങ്ങനെ ഉണ്ടാകണം? 21 വർഷമായിട്ട് മക്കളില്ലാത്ത ആൾക്കാർക്ക് ഉടമ്പടി ചെയ്യുമ്പോൾ ഈ മക്കൾ എവിടുന്ന് തന്നെ? അത് അമ്മ കൊടുക്കണതാണല്ല, വേറെ എക്സ്പ്ലനേഷൻ നിൻ്റെ അടുത്തൊന്നുമില്ല, ഒരു എക്സ്പ്ലനേഷനും ഇല്ല. അപ്പോൾ ഇവിടെ അങ്ങനെ കൈവിട്ട് ഒത്തിരി കാര്യങ്ങൾ അമ്മ ചെയ്യുന്നുണ്ട്. നിങ്ങളതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ വരാൻ ഒത്തല്ല എന്ന് ഓർത്തിട്ട് ദൈവത്തോട് നന്ദി പറയണം. വരാനോ ഞാൻ ഇങ്ങനെ ഈ ശുശ്രൂഷയുടെ മഹത്വമൊന്നും പറയുകയില്ല, എൻ്റെ മഹത്വം എന്താണെന്ന് എനിക്കറിയാം, അതല്ല. ഇവിടെ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാകുന്നുണ്ട്, വിസ്മയം ഉണ്ടാകുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യം അമ്മയിലൂടെ നീതി നോക്കാതെ കാരുണ്യം കാണിക്കുകയാണ്. നീതി നോക്കാതെ ദൈവം കാരുണ്യം കാണിക്കുകയാണ് ഇവിടെ. അപ്പോൾ നീയും അതുപോലെ നീ പറയണം, അമ്മേ എന്നോട് നീതിയാണ് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഒരിടത്തും ഉണ്ടാകത്തില്ല, പക്ഷേ എന്നോട് കാണിച്ച കാരുണ്യം കാണിച്ചേക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവവേദലായി ജീവിക്കുകയും ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കേ. അമ്മേ, എന്നോട് നീതി കാണിച്ചിരുന്നെങ്കിൽ ഞാനിവിടെ ഉണ്ടാവത്തില്ല. എന്നോട് കാരുണ്യം കാണിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് അമ്മ എന്നെ ഇവിടെ വിളിച്ചത്. എല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയെ അങ്ങ് കേൾപ്പിക്കുന്നു. കല്യാണം ഒത്തുവരാത്തവര്, മക്കൾ ഇല്ലാത്തവര്, ജോലി നഷ്ടപ്പെട്ടവര്, കർത്താവേ കുഞ്ഞുങ്ങളില്ലാത്തവര്,
പഠനത്തിൽ ഉഴപ്പണവര്, പഠനത്തിൽ ക്ലാസ് കയറ്റം കിട്ടാത്തവര്, പഠിച്ചിട്ട് മനസ്സിലാക്കാത്തവര്, എല്ലാ തരത്തിലും മനസ്സംഘർഷം കൊണ്ട് ഉറക്കമില്ലാത്തവര്, എല്ലാം കൊണ്ടും ജീവിതം ബാധ്യതയായവര്, കർത്താവേ കരുണ തോന്നണം. തിരുവിലാവിലെ മുറിവിനെ ഓർത്ത് കരുണ തോന്നണം. കർത്താവേ കരുണ തോന്നണം. തിരുനെറ്റിയിലെ മുൾക്കിരീടത്തിന്റെ വടുക്കളെ ഓർത്ത് കരുണ തോന്നണം. കർത്താവേ കരുണ തോന്നണം. കരചരണങ്ങളിലെ ആടിപ്പഴുതോർത്ത് കരുണ തോന്നണം. മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുനാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവായ ദൈവമേ, ക്യാൻസർ രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ഹൃദയ സംബന്ധമായ രോഗങ്ങള് കർത്താവേ സൗഖ്യം പ്രാപിക്കുന്നതിന്, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് സൗഖ്യം പ്രാപിക്കുന്നതിന്, ലിവർ രോഗികള് സുഖം പ്രാപിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ നിരവധിയായ നിയോഗങ്ങളെ ഏറ്റെടുത്തിന് നന്ദി പറയുന്നു. കഴുകണമേ തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ്റെ യേശുവിൻ്റെ യേശുവിൻ തിരുരക്തം, ഹല്ലേലൂയ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, അച്ഛൻ ഇനി പ്രാർത്ഥിക്കാൻ പോകുന്ന രോഗങ്ങൾ, കർത്താവ് സുഖപ്പെടുത്താൻ പോകുന്ന രോഗങ്ങൾ, രക്തത്തിലുള്ള അണുബാധകൾ, ശ്വാസകോശ രോഗങ്ങൾ, കിഡ്നിയിൽ കല്ല്, കരളിൻ്റെ അസുഖങ്ങൾ, അതുപോലെ തൈറോയ്ഡ് രോഗങ്ങൾ, ഗർഭം വികലമായി വന്നിരിക്കുന്ന വൈകല്യമായുള്ള ഗർഭങ്ങൾ, നടുവേദന, അസ്ഥിവേദന, വാദം, ഹൃദയത്തിൻ്റെ ദൂരങ്ങൾ, ഹൃദയത്തിൻ്റെ ശ്വാസകോശ ധമനികൾക്കുണ്ടാകുന്ന കേടുകൾ, തൈറോയ്ഡ് രോഗങ്ങൾ, മസ്തിഷ്കത്തിനുണ്ടാകുന്ന രോഗങ്ങൾ, ഈ വിഷയങ്ങളെല്ലാം അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ മക്കൾ ഈ സമയത്ത് സ്തുതിച്ചുകൊണ്ടാൽ മതി, സ്തുതിച്ചുകൊണ്ടിരിക്കാൻ മതിയെ. നന്ദി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ അങ്ങയുടെ മക്കളെ, കർത്താവേ അങ്ങയുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ, 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 ഈശോ വിശുദ്ധ രക്തം കർത്താവേ അങ്ങയുടെ മക്കളിലേക്ക് തളിക്കണമേ. കർത്താവേ ഈ വിശുദ്ധ രക്തത്തെ കർത്താവേ മക്കളിലേക്ക് തളിക്കണമേ. കർത്താവേ വിശുദ്ധ രക്തം കർത്താവേ മക്കളിലേക്ക് തളിക്കണമേ. കർത്താവേ വിശുദ്ധ രക്തം കർത്താവേ മക്കളിലേക്ക് തളിക്കണമേ. കർത്താവേ ഈശോ, ഈശോ അസ്ഥിക്കുലകൾ, വാതരോഗങ്ങൾ, ഈശോ എന്നെ ശ്രമിക്കുന്ന അനേകം മക്കൾ, ഈ പ്രോഗ്രാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾ, ഓരോ വ്യക്തികൾ, അവരുടെ ജീവിത ആവശ്യങ്ങൾ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ അസ്ഥിരോഗങ്ങൾ, വാതരോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, പാൻക്രിയാസ് രോഗങ്ങൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അണ്ഡാശയ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, യൂറിനറി ട്രബിൾസ്, കിഡ്നി രോഗങ്ങൾ, ഈശോ തൈറോയ്ഡ് രോഗങ്ങൾ, മസ്തിഷ്ക രോഗങ്ങൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മനോരോഗങ്ങൾ, മാർഗ രോഗങ്ങൾ ഈശോയുടെ നാമത്തിൽ മാറിപ്പോട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, എല്ലാവരും കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. തിരുക്കരത്താൽ ഉയർത്തിയടിച്ചിട്ട് തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. ആശീർവദിക്കാൻ പോവുക. പത്രം, തിരി, കശുരുവ,
പ്രിയമുള്ളവരെ, പത്രമെല്ലാം എടുത്ത് കൈവെക്കുക. പത്രത്തിൽ തന്നെയാണ് മറ്റു നേർച്ച വസ്തുക്കളും വെക്കേണ്ടത്. കൃപാസനത്തിലെ ഏറ്റവും വലിയ നേർച്ച എന്ന് പറയുന്നത് പത്രം തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഔദ്യോഗികമായിട്ട് നിങ്ങൾ പത്രം പത്രത്തെ കിടക്കണം, ഇതിൽ പത്രം ശരത്ത് വെക്കണം, അങ്ങനെ ഒന്നും പറയത്തില്ല. ഇതുവരെക്കും പറഞ്ഞിട്ടില്ല. ഈ ജനങ്ങൾ ചെയ്യുന്നത് അവർക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന സ്വകാര്യ പ്രേരണയാണ്. ഇപ്പം തന്നെ ഒരു അമ്മ സാക്ഷ്യം പറഞ്ഞില്ലേ, അപ്പൻഡിക്സിൻ്റെ രോഗം ഉണ്ടായപ്പോൾ കുഞ്ഞാണ് എടുത്ത് പത്രമെടുത്ത് വെച്ച് വെച്ചത്. ആ കുഞ്ഞിന് കൊടുത്ത ആത്മീയ പ്രേരണയാണത്. അത് ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് പറയണതും ശരിയല്ല, അങ്ങനെ കൃപാസനം പറയത്തുമില്ല. പക്ഷേ ആത്മീയ പ്രേരണ, വിശ്വാസ പ്രേരിതരായി ആണ് നമ്മൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് ഉടമ്പടി തൈലമൊക്കെ കുർബാന ചൊല്ലി 12 പ്രാവശ്യം വെഞ്ചരിച്ചതാണ്. അതല്ല, പിന്നീട് വീണ്ടും വെഞ്ചരിക്കും. തന്നെയല്ല, ഉടമ്പടിയോട് ബന്ധപ്പെട്ട് ദൈവവുമായിട്ട് നമ്മൾ ചെയ്ത ഉടമ്പടിയുടെ അടയാളമാണത്. അതുകൊണ്ടാണ് ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, അച്ഛാ ഭർത്താവിൻ്റെ മദ്യപാനത്തിൽ വലിയ മാറ്റമൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ഞാൻ പറയും സെയിം തിങ് തന്നെ ചെയ്യാൻ പറയും. ആ ഉപ്പ് തന്നെ വീണ്ടും നിങ്ങൾക്ക് പറയണത് എന്താണെന്ന് അറിയാം, നിങ്ങൾ 1-2 പ്രാവശ്യം നോക്കിയിട്ട് ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങൾ നിർത്തിക്കളയും. അത് വലിയ മണ്ടത്തരമാണ്. കാര്യം അത് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ തോറ്റുപോകും അങ്ങനെ വരുമ്പോൾ. കാര്യം ചില ആൾക്കാരുടെ സാക്ഷ്യം കണ്ടില്ലേ, അവരൊരു കോംപ്രമൈസും ഇല്ലാതെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴാണ്. കാര്യം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിശ്വാസത്തിന്, ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഉപ്പ് ഉപയോഗിക്കാം, പക്ഷേ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ഉപ്പ് ഒരു അസ്ത്രമാണ് എന്ന് വിചാരിക്കുക. അത് വലിച്ചു വിടാനുള്ള കഴിവ് ഭയങ്കരമാണ്. ഒരു അസ്ത്രം അല്ല തീരുമാനിക്കണത് അതിൻ്റെ ദൂരം. അതാരാണ് തീരുമാനിക്കണത്? അതാര് വലിച്ചു വിടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ദൂരം നിശ്ചയിക്കുന്നത്. അസ്ത്രത്തിന് അത് ചെന്ന് കൊണ്ട സംഭവം വീണിരിക്കും. പക്ഷെ കൊള്ളിക്കാൻ കഴിയുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ കൂടെ ഒരു പ്രഷറുണ്ട്. ഒക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ചേട്ടത്തിയോട് കഴിഞ്ഞ ആഴ്ച ബ്രദറിന് ഡിവൈഡിനോട് കംപ്ലയിൻറ്റ് ചെയ്തതാണ്. എന്താ ചെയ്തിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഉപ്പ് ഇട്ടിട്ട് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറിയില്ലല്ല ബ്രദറെ എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞു അങ്ങനെ മാറാതിരിക്കത്തില്ല, ചിലപ്പോൾ ഇതിൽ സമയം എടുക്കുമെന്നേ ഉള്ളൂ, മാറിയിരിക്കും. നിങ്ങളെങ്ങനെ ഉപ്പ് കൊടുത്തത്? ഞാൻ ഉപ്പ് കൊടുത്തത് മദ്യത്തിലിട്ട് കൊടുത്ത്. എന്തു പറയാൻ. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യാവും മക്കൾ. ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ റീസണൊന്നും നോക്കിയാൽ കാണത്തില്ല, അതിൻ്റെ അകത്തൊരു സ്നേഹം ഉണ്ടാകും. ദൈവികമായ കാര്യങ്ങൾക്ക് റീസൺ അല്ല നോക്കേണ്ടത്, സ്നേഹമാണ്, ദൈവത്തോടുള്ള സ്നേഹം. നീ പൊയ്ക്കോ, ഓപ്പറേഷൻ വേണ്ടി വരത്തില്ല എന്ന് പറയണത് എന്താ? ബുദ്ധിയാണോ പറയണത്? അല്ല, സ്നേഹം. അപ്പോൾ ദൈവം തോന്നും, അഭിഷിക്തം പറഞ്ഞു വിട്ടതല്ലേ എന്ന് പറയുമ്പോൾ കർത്താവ് ആ വിഷയത്തിൽ മാനിക്കും, നമ്മുടെ വാക്ക് മാനിക്കും, ആ വാക്ക് മാനിക്കും. അപ്പം അത് ആ വിശ്വാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന യുക്തിയല്ല, ദൈവത്തോടുള്ള ഒരു സ്നേഹമാണ്. ഇനി ചിലപ്പോൾ വിശ്വാസം വർക്ക് ചെയ്യും, പക്ഷേ വിശ്വാസം വർക്ക് ചെയ്താലും വരണ്ട വിശ്വാസമുണ്ട്, അതല്ല. സ്നേഹത്താൽ പ്രവർത്തന നിരതമായ ഗലാത്യർ 5:6 അനുസരിച്ചുള്ള വിശ്വാസമാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യണത്. ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് രണ്ടാമതൊരു രഹസ്യം പറയും, അമ്മേ സംഭവം നടക്കത്തില്ലെന്ന് അമ്മക്കറിയാം, പക്ഷേ നടത്തി കൊടുക്കണം, വേറെ ആരും ഇല്ല. അതാണ് സംഭവം. നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ വരും,
എന്നിട്ട് ഞാൻ പറയാനുള്ളത് രണ്ടാമത് പറയും. ചിലപ്പോൾ നമുക്കറിയാം മോളെ പോയിക്കോ, നിനക്ക് ഓപ്പറേഷൻ വേണ്ടി വരത്തില്ല. ഇപ്പോൾ ഒരു സാക്ഷ്യം ഈ ദിവസം വന്ന് എന്താണെന്നറിയാവോ? ഇപ്പോൾ യുക്തി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ യൂട്യൂബിൽ കിടക്കുന്ന ഏറ്റവും നല്ല സാക്ഷ്യം അല്ലെ ഒന്നാതാ ഒരു ഫേസ്ബുക്കിൽ. അവിടെ അമ്മയമ്മക്ക് 500 ഷുഗർ ഇവിടുന്ന് എന്താ വെഞ്ചരിച്ച് കൊടുത്തിരിക്കണത്? തേൻ വെഞ്ചരിച്ച് കൊടുത്തു. അപ്പോൾ ഷുഗർ 600 ആകും ഇല്ലേ? തേൻ വെഞ്ചരിച്ച് കൊടുത്താൽ ആ അമ്മയമ്മ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ മകളെ എനിക്കിപ്പോൾ 500 ഷുഗറുണ്ട്, ഇവിടെ കൃപാസനത്തിൽ നീ പിന്നെയും വിഷമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ചോദിച്ചില്ല, പക്ഷേ ഇത് ഞാൻ കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം മരുമോള് വിശ്വാസമുള്ളതാണ്, അമ്മ കഴിക്ക്, ഇത് ഷുഗർ, ഇത് തേനല്ല, ഇത് കർത്താവിൻ്റെ വെഞ്ചരിച്ച തൈലം പോലെയുള്ളതാണ്. ആ തേന് വെഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഘടന മാറും, അതിൻ്റെ ഷുഗറൊക്കെ മാറണം, വേണ്ടതെന്നൊക്കെ തീരുമാനിക്കണ ആരാ? ദൈവമാണ്. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. 500 ഷുഗറുള്ള ആൾ തേൻ കഴിക്കുമ്പോൾ 650 ആകുന്നതിന് പകരം അത് 125 ആയിരിക്കണം. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഉദാഹരണം കിട്ടാത്തത് കൊണ്ട് ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? യുക്തിയാണെങ്കിൽ ആ തേൻ കഴിക്കുമ്പോൾ 600 ആകേണ്ടതാണ് ഇല്ലേ? അത് ദൈവത്തോടുള്ള സ്നേഹത്തിലാണ് ചെയ്യണത്. നേർച്ച വസ്തുക്കളൊക്കെ വർക്ക് ചെയ്യണം അങ്ങനെയാണ്, ദൈവത്തോടുള്ള സ്നേഹത്തിലാണ്. നിങ്ങളത് കഴിക്കണതും സ്നേഹത്തിലായിരിക്കണം, ജീവിക്കണ ദൈവത്തിലുള്ള സ്നേഹത്തിലായിരിക്കണം. സോറാസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും മൈൻഡ് ചെയ്യത്തില്ലല്ല. ഉപ്പുണ്ടെന്ന് പറയും, അതിൻ്റെ അകത്ത് ഉപ്പുണ്ടാവും, മതിയാവും എന്ന് പറയും. എന്താ കാര്യം? അത് വെഞ്ചരിച്ച് വിട്ടിരിക്കണതിൻ്റെ പിന്നിലുള്ള ഏതായാലും പരിശുദ്ധ കുർബാന പോലെ സത്യമാണ് പരിശുദ്ധ അമ്മ ഇവിടെ നിന്ന കാര്യം. അപ്പം ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ ശുശ്രൂഷയ്ക്ക് ദൈവതിരുസന്നിധിയിൽ യോഗ്യത ദൈവം കാണുമല്ല. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മളുടെ ഈ കുഞ്ഞു ദേവാലയത്തിൽ വരാൻ കാര്യം എന്തമ്മ? എന്നിട്ട് മനുഷ്യന് മനസ്സാകാത്ത വലിയ സങ്കീർണമായ ഒരു വിഷയമാണ് അമ്മ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ സങ്കീർണ വിഷയം സഭ പഠിക്കുന്നത് വരെ അമ്മ അടയാളം തുടങ്ങിയിരിക്കും. കാര്യം അടയാളം ഇനിയും കൂടും. കാര്യം എന്താ? വിഷയം ക്ലോക്കല്ലേ, സമയഘടികാരമല്ലേ. അപ്പം അത് ആർക്കും അറിയത്തില്ലല്ലോ, സഭയിൽ അങ്ങനെ ഒരു പഠനവും ഇല്ലല്ലോ. അപ്പോൾ അത് പുതിയ വിഷയമായതുകൊണ്ട് ഇനിയും വലിയ അടയാളങ്ങൾ കാണുമെന്നാണ് അമ്മ കാണിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാര്യം അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ എത്രയോ പേരാണത് പ്രാർത്ഥിക്കണത്, ആ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന. അപ്പം പവർ കുടി വരികയല്ലേ പ്രാർത്ഥിക്കും തോറും. അപ്പം എൻ്റെ മക്കൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ തേൻ, തിരി, കർത്താവ് തീരുമാനിക്കണ എല്ലാം നടക്കട്ടെ, ഞാൻ സ്നേഹത്തിൽ നിലനിൽക്കും എന്ന് വേണം നീ പറയാൻ. ഭർത്താവിൻ്റെ മദ്യപാനത്തിന് വേണ്ടി തിരികെത്തിക്കുമ്പോഴേ ഒക്കുക അങ്ങനെയല്ല. കർത്താവ് തീരുമാനിക്കണ എല്ലാം നടക്കട്ടെ, ഞാൻ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ എന്നല്ലേ പറഞ്ഞത്. ആ വാക്ക് മറന്നു പോകരുത്. അന്ത്യമായിട്ട് പോകാൻ നേരത്തെ പറഞ്ഞ വാക്കാണ്. ആൾ ബൈ പറയുന്ന സമയത്ത് പറഞ്ഞതാണ്. ഒരു കാര്യം പറയാനുണ്ട്, എന്തെല്ലാം വിഷയം ഉണ്ടായാലും സ്നേഹത്തിൽ നിലനിൽക്കണം. അത് മതി, ബാക്കി ആൾ ചെയ്തോളൂ. ശ്രുതികട ഹല്ലേലൂയ. അപ്പോൾ ഈ പത്രമെല്ലാം മക്കൾ പ്രാർത്ഥിച്ച് വേണേ, ഒറ്റടിയെന്ന് പറഞ്ഞ് കൊടുത്ത് അവസാനിപ്പിക്കരുത് കേട്ടോ. അതായത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് ഈ പത്രം കൈപ്പറ്റണവർ അവരെന്തവസ്ഥയിലായിരുന്നാലും, അവർ കൊലപാതകം ചെയ്ത ആൾക്കാരായാലും, കർത്താവ് നിനക്ക് ഇപ്പോഴും അങ്ങയുടെ ഉള്ളിൽ കരുണ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നീ പത്രം കൊണ്ട് അവരെ മാനസാന്തരയ്ക്ക് വിളിക്കണം. കർത്താവ് എൻ്റെ പേരിൽ ഒരു 5 ആത്മാക്കളെങ്കിലും നിനക്ക് കിട്ടിയെന്ന് അറിയുമ്പോൾ എൻ്റെ ജന്മം സഫലമാകും, കർത്താവ് സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ് പട്ടാങ്ങി പറഞ്ഞ് കർത്താവിൻ്റെ കാലെ പിടിച്ച് കർത്താവിന് മഹത്വപ്പെടാൻ ഇടയാക്കണമേ, എന്നെ ഉപകരണമാക്കിയിട്ട് നന്ദി പറയണമെന്നൊക്കെ പറഞ്ഞ് വേണം ഈ പത്രം കൊടുക്കാൻ. ഓരോ വ്യക്തികളും കൊടുക്കണം. എത്ര വലിയവനായാലും കൊടുക്കണം,
മേടിക്കാത്തവനും കൊടുക്കണം. നിങ്ങൾ എത്ര വലിയവനായാലും ശരി, കർത്താവിൻ്റെ നാമത്തിൽ ഈ ഭൂമി ചെയ്യാവുന്ന ഏറ്റവും വലിയ ജോലിയാണ് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിന് മറുപടി പറയാൻ വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി. ആ ബോധ്യം മക്കൾക്ക് ഉണ്ടാകണം. അല്ലാതെ ഈ 10 ഞാൻ എവിടെ കൊണ്ട് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ ഈ പൊട്ടക്കണ്ണം നടക്കരുത്. അപ്പോൾ തന്നെ നിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. ഇത് ആവേശത്തോടെ ചെയ്യേണ്ടത്, അഭിമാനത്തോടെയും ആവേശത്തോടെയുമാണ് പത്രം പ്രാർത്ഥിച്ച് കൊടുക്കേണ്ടത്. ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ദൈവിക നടപടിയാണിത്. അതുകൊണ്ട് അതൊരു ഇപ്പോൾ ഇംഗ്ലീഷ് പത്രമുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് പത്രം ഇറങ്ങി, അകലെ പോണവരൊക്കെ ഇംഗ്ലീഷ് പത്രം മേടിച്ചുകൊണ്ട് പോകണം. ഹിന്ദി പത്രം അടുത്ത ആഴ്ച ഇറങ്ങും. അടുത്ത ആഴ്ച തന്നെ കന്നഡ പത്രം ഇറങ്ങും. അമ്മ മാതാവ് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. പറയുമ്പോൾ തന്നെ അതിനുള്ള ആൾക്കാരൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ട് തമിഴ് പത്രം ഓൾറെഡി ഉണ്ട്. അപ്പോൾ തമിഴ് പത്രം മേടിക്കുന്നവർക്ക്, തമിഴ്നാട്ടിൽ പോകുന്നവർക്ക് ആ തമിഴ് പത്രം തന്നെ മേടിച്ചുകൊണ്ട് പോകേണ്ടത്. എല്ലാം വെഞ്ചരിച്ച് വെച്ചിരിക്കുക. അതുപോലെ തന്നെ അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ, ഇനി നമുക്കൊരു പ്രാർത്ഥന മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമുള്ളത്, അതായത് അടുത്ത 4-ാം ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്ക് ക്രിസ്മസ് ആണെന്ന് അന്ന് നമുക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതല്ല. 4-ാം ചൊവ്വാഴ്ചയ്ക്ക് പകരം 27-ാം തീയതി വ്യാഴാഴ്ചയാണ് നമുക്ക് പ്രാർത്ഥനയുള്ളത്. അപ്പോൾ 4-ാം ചൊവ്വാഴ്ച നിങ്ങൾ വരത്തില്ല, നിങ്ങൾ വരേണ്ട കാര്യവുമില്ല. പക്ഷേ ഈ ഒറ്റ പ്രാർത്ഥന നിങ്ങൾക്ക് ഈ മാസം. പക്ഷേ മറ്റുള്ളവർ വരാനുള്ളവരോട് പറയണം, ക്രിസ്മസിന് അവിടെ പ്രാർത്ഥനയില്ല, പിറ്റേ ദിവസമാണെന്നൊന്ന് പറഞ്ഞേക്കണം. ഷാലോമിൻ്റെയിലെ പ്രോഗ്രാം കൃത്യമായിട്ട് മക്കൾ കൂടണം. അച്ഛൻ ഒത്തിരി അറിയിപ്പൊന്നും പറയത്തില്ല, എല്ലാം വേദപ്രചാര അറിയിപ്പേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വേദപ്രചാര അറിയിപ്പ് മാത്രമേ ഞാൻ പറയത്തുള്ളൂ സാധാരണഗതിയിൽ. ഇപ്പോഴെന്താ ഷാരോൺ ടി വിയിൽ പ്രോഗ്രാം എന്നാ? എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് 1:30 മണിക്ക്, വെള്ളിയാഴ്ച 8:30 മണിക്ക്. അപ്പോൾ അത് പുറത്ത് ബ്രദർ ചോദിച്ചപ്പോൾ പുറത്ത് ആ വലിയ ഓഡിറ്റോറിയത്തിൽ നിന്ന് ആൾക്കാർ 5-8 പേരെ കൈപൊക്കിയത്. അതിനർത്ഥം ഇന്നുവരെ കൂടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും മുടങ്ങരുത്. മറ്റുള്ളവരെയും പറഞ്ഞ് അറിയിക്കുമ്പോൾ അത്രയും സുവിശേഷം പ്രചരിക്കും. അത് ഉടമ്പടി ധ്യാനമാണ്. കൃപാസനം അൾത്താറ നിങ്ങളുടെ വീട്ടിൽ വരേണ്ട ദിവസമാണത്. കൃപാസനം അൾത്താറയിൽ നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ വീട്ടിൽ വരുന്നത് 1/2 മണിക്കൂർ കൊണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ കൂടുകയും കാണുകയും ചെയ്യണം. ആ സമയത്ത് പ്രാർത്ഥിക്കണം. കാര്യം നമുക്ക് നമ്മുടെ വീട്ടിലൊരു ധ്യാനം കിട്ടണമല്ലേ. അപ്പോൾ മുട്ടയിൽ നിന്ന് ആരാധന കൂടണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റുള്ള അപ്പോൾ കുടുംബം തന്നെ ആശീർവദിക്കപ്പെടും. നമ്മൾ അങ്ങനെ വരുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന വേണമെങ്കിൽ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ആ ധ്യാനം കൂടാൻ വരുമ്പോൾ അതൊരു അഭിഷേകമായിട്ട് മാറും. അത് അങ്ങനെയൊക്കെ മക്കൾക്ക് ചെയ്യാവുന്നതാണ്. ഷാരോൺ ടി വിയിലെ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എടുത്തിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ധ്യാനം കൂടുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ ആരോഗ്യത്തോടെ കൊണ്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സമാപന ആശീർവാദമാണ്. എന്തെങ്കിലും മനസ്സിൽ ഈശോനോട് പറയാനുണ്ടെങ്കിൽ ഇപ്പോഴ് മനസ്സിൽ പറയാവുന്നതാണ്. സമാപന ആശീർവാദമാണ്. ഇത് കഴിയുമ്പോൾ ക്യാൻസർ രോഗികൾ, നമ്മുടെ ഈ കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, പിന്നെ ഗർഭിണികൾ മോശമായ രീതിയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഗർഭത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം പെട്ടെന്ന് ലൈനപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു നമ്പർ ഇവിടെ നിന്ന് വാങ്ങിച്ചേക്കണം. നമ്പർ കൊടുക്കുന്ന അലോഷ്യേട്ടനൊക്കെ ശ്രദ്ധിക്കുക. ജില്ല നോക്കി നമ്പർ കൊടുക്കണം. അകലെയുള്ളവർക്ക് ആദ്യം പോകാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞ് മേടിക്കണം. അപ്പം നിങ്ങൾക്ക് ഇവിടെ വിഷമം ഉണ്ടാകാതെ പോകാൻ പറ്റും. കാര്യം ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. ആരാധന കഴിഞ്ഞു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. വിശ്വാസപൂർവ്വം തരട്ടെ. Lord Jesus Christ, pour out His Lord Jesus Christ, pour out His Spirit. The fire fingers soak with the precious blood. I cast my sin, troubles and
by God the Father Almighty. Very fun and that was his production. യേശുവേ ആരാധന, ദൈവമേ ആരാധന. കർത്താവേ, നേർച്ച വസ്തുക്കളെ പ്രവർത്തിക്കട്ടെ, അടയാളങ്ങൾ പ്രവർത്തിക്കണമേ. കർത്താവേ, സ്വർഗം തുറക്കുന്ന അനുഭവം ഉണ്ടാകണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വേഴാം വെള്ളിയുമാണ് ഉടമ്പടി പുതുക്കണത്. ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് അച്ഛനെ കാണാൻ അത്യാവശ്യമാണെങ്കിൽ ഡേറ്റ് തരും അവർ. പിന്നെ കുറച്ച് നീണ്ടാണിപ്പോൾ കൊടുക്കണം ഡേറ്റ്. കാര്യം 300 പേര് മിനിമം ഉടമ്പടി ചെയ്യുന്നുണ്ട് ഒരു ദിവസം. അതുകൊണ്ടാണ് ഡേറ്റ് ഇങ്ങനെ കയറി പോണത്. പക്ഷേ ഉടമ്പടി പുതുക്കി വെക്കണത് നിങ്ങൾക്ക് നല്ലതാണ്. പെട്ടെന്നൊരു അടിയന്തര ആവശ്യം വന്നാൽ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇന്നതാണ് അച്ഛനെ കണ്ടേ പറ്റത്തുള്ളതെന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാകും. പക്ഷേ ആ സമയത്ത് ഉടമ്പടി പുതുക്കിയതല്ലെങ്കിൽ എടുക്കത്തില്ല. അത് പുതുക്കി വെക്കണ എപ്പോഴും നമുക്ക് നല്ലതാണ്. കാര്യം ഇപ്പോൾ അച്ഛന് ഉള്ള സമയത്താണെങ്കിലും പ്രാർത്ഥനയ്ക്ക് വന്ന ദിവസമാണെങ്കിലും ഒരു വിഷയം ഉണ്ടായി 6 ലക്ഷം രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഓപ്പറേഷന് പോകണ വേണ്ടേ, ഒരു ഓപ്പറേഷന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ വേണ്ടൊക്കെയാണെങ്കിൽ ഉടമ്പടിയൊന്നും വേണ്ട. എന്നാലും ഒരു തീരുമാനം എടുക്കാൻ പ്രയാസമുള്ള വിഷയം വരുമ്പോൾ അത് മെസ്സേജ് വേണ്ടി വരും നമുക്ക്. പക്ഷേ പുതുക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. സമാപന ആശീർവാദം മേടിക്കും മക്കളെ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരമുയർത്തി പത്രമുയർത്തിപ്പിടിക്കട്ടെ. എല്ലാ നേർച്ച വസ്തുക്കളും ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കാനാണ്. മനമുയർ സ്വരം ശക്തമായ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മക്കള് ഇവിടെ എല്ലാ നിയോഗങ്ങളും അങ്ങ് സഫലീകരിക്കണമേ. വിദൂരത്തിരുന്നുകൊണ്ട് കർത്താവേ, ഇപ്പോൾ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവര്, കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുന്നവര്, സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നവര്, കരഞ്ഞു പ്രാർത്ഥിക്കുന്നവര് അവിടെ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ. ഉടമ്പടി ചെയ്ത മക്കള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപാസന ഓരോ കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങളും സുഖപ്പെടുത്തലോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്